മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. താൻ മാത്രം ജീവിച്ചാൽ പോരാ, തൻ്റെ ഒപ്പമുള്ള ആളിനെ കൂടി പരിഗണിക്കുന്ന തരത്തിലായിരിക്കണം ജീവിതം എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ജീവിതത്തിൻ്റെയും ദർശനത്തിൻ്റെയും ഉടമകളാണ് മുസ്ലിമീങ്ങൾ. തങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ വിശപ്പിനെ തിരിച്ചറിഞ്ഞ്, വേദനകളെ മനസ്സിലാക്കി, പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ്, രോഗങ്ങളെ മനസ്സിലാക്കി, എന്താണോ സഹായമായി വേണ്ടത് ചെയ്തു തരാം എന്നു പറയുന്ന സുമനസ്സുകളായ, ജീവിതത്തിൻ്റെ മനോഹരമായ അധ്യാപനങ്ങളെ പങ്കുവെക്കുന്നവരാണ് എല്ലാ കാലത്തെയും ഇസ്ലാം മതവിശ്വാസികൾ. അവരുടെ ആഘോഷങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സുന്ദരമായ നിമിഷങ്ങളാണെങ്കിലും അത് സഹജീവികൾക്ക് സ്നേഹം പകർന്നുകൊണ്ടാണ്. തൻ്റെ അരികിലുള്ളവനെ പരിഗണിക്കാത്ത ഒരു ദർശനമല്ല ഇസ്ലാം. തൻ്റെ കൂടെയുള്ള ആളിൻ്റെ നോവറിഞ്ഞ്, തൻ്റെ കൂടെയുള്ള ആളിൻ്റെ വേവറിഞ്ഞ്, തൻ്റെ കൂടെയുള്ള ആളിൻ്റെ വിശപ്പറിഞ്ഞ്, തൻ്റെ കൂടെയുള്ള ആളിൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളറിഞ്ഞ് അതിനു വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ജീവിതത്തിൻ്റെ മനോഹരമായ അധ്യാപനങ്ങൾ നമ്മുടെ മുൻഗാമികൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ആലി മുസ്ലിയാർ ആൻഡമാനിലെ ജയിലിലായിരുന്നപ്പോൾ ആലി മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ചില പത്രപ്രവർത്തകർ അങ്ങോട്ട് പെർമിഷൻ വാങ്ങി കടന്നു ചെന്നു. അവരിൽ നിന്ന് പെർമിഷൻ കിട്ടി അകത്തേക്ക് കയറിയ ആളുകളോട് ആൻഡമാൻ നിക്കോബാർ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ ഇടപാടുകൾക്ക് നടുവിൽ ജീവിക്കുന്ന നേരത്തും ആലി മുസ്ലിയാർ പറഞ്ഞ ചില വർത്തമാനങ്ങൾ ചരിത്രത്തിൻ്റെ അടയാളമാണ്. ആലി മുസ്ലിയാർ അവരോട് പറഞ്ഞു, തൻ്റെ അരികിലേക്ക് വന്ന പത്രപ്രവർത്തകരോട് ആലി മുസ്ലിയാർ പറഞ്ഞ വാക്കുകൾ ചരിത്രം രേഖപ്പെടുത്തി. നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണെങ്കിൽ, നിങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ കഴിയുന്ന ആളുകളുടെ വിവരങ്ങളുമായി മറുനാട്ടിലെത്തിച്ചേരുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. ഇരുമ്പഴികൾക്കുള്ളിൽ ജന്മനാട് നഷ്ടപ്പെട്ട് കിടക്കുന്ന നേരത്തും ആലി മുസ്ലിയാർ പറഞ്ഞു, ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആലി മുസ്ലിയാരുടെ ഒന്നാമത്തെ പ്രസ്താവന പത്രപ്രവർത്തകരോട് ആ മനുഷ്യൻ പറഞ്ഞത്, ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. ഈ രാജ്യത്തിനു വേണ്ടി സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന രാജ്യസ്നേഹികളായ മനുഷ്യരിൽ പല ആളുകളും ജയിലിലുണ്ട്. അവരുടെ ബന്ധുമിത്രാദികളെയും മണിയറ പ്രവർത്തകരെയും പിന്മുറക്കാരെയും നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയം നിങ്ങൾ അവരോട് പറയണം, ഇവിടെയുള്ള പല ആളുകൾക്കും ഉടുതുണിക്കും മറുതുണിയില്ല, പല ആളുകൾക്കും ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ മാന്യമായ ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ചില നേരങ്ങളിൽ അതിൻ്റെ കാര്യം വലിയ പ്രശ്നമാണ്. അതിനേക്കാൾ രൂക്ഷമായ പ്രയാസമാണ് അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ കിടക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായ തുണിത്തരങ്ങളെ കേരളത്തിൽ നിന്ന് അയച്ചു തരാൻ അവിടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളോട് നിങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ആലി മുസ്ലിയാർ ആൻഡമാൻ ജയിലിൽ നിന്ന് പത്രപ്രവർത്തകരോട് പറഞ്ഞതിൻ്റെ പകർപ്പുകൾ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ്. എനിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ട് എന്ന് അല്ല, എനിക്കേതെങ്കിലും തരത്തിലുള്ള സേവനം വേണമെന്നല്ല, എനിക്കേതെങ്കിലും തരത്തിലുള്ള സഹായം വേണമെന്നല്ല, എനിക്കെൻ്റെ ജന്മനാടായ മലബാറിലേക്ക് തിരിച്ചു പോകണമെന്നല്ല. എൻ്റെ അരികിലുറങ്ങുന്ന വ്യത്യസ്തങ്ങളായ ജയിലുകളിലെ മുസ്ലിമിനും ഹിന്ദുവിനും ഇതര മത സുഹൃത്തുക്കൾക്കും അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഇന്നാലിന്നതാണ്. അവർക്ക് ആവശ്യമായ തുണിത്തരങ്ങൾ നൽകാനുള്ള ഇടപാടുകൾ അധികാരികളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, അവരുടെ സഹോദരങ്ങളിൽ നിന്ന്, ദേശീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളിൽ നിന്ന് ആ ഇടപെടൽ ഉണ്ടാകണമെന്ന് തുറന്നു പിടിച്ച കണ്ണുകളോടെ സമൂഹത്തിന്റെ നടുവിൽ ജീവിച്ച എത്രയോ വലിയ മഹാരഥന്മാരാണ് നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയിട്ടുള്ളത്.
പരിശുദ്ധമായ ഇസ്ലാം അങ്ങനെ തന്നെയാണ്. ഒരാളിൻ്റെയും വേദന കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല, ഒരാളിൻ്റെയും പ്രയാസത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. എന്നു മാത്രമല്ല, കണ്ണുനീരൊപ്പുന്നവന് ലഭിക്കുന്ന പ്രതിഫലങ്ങളുടെ പട്ടിക എണ്ണി പറഞ്ഞാൽ അതൊന്നും തീർന്നു പോവുകയില്ല. അത്ര വലിയ സൽക്കർമ്മങ്ങളിലൂടെയാണ് അൽഹംദുലില്ലാ കഴിഞ്ഞ 20 ആണ്ടുകൾ ഈ നാടിൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് വേദനിക്കുന്നവന് പരിഹാരം പറഞ്ഞ്, വിശക്കുന്നവൻ അന്നം നൽകി, പ്രയാസപ്പെടുന്നവന്റെ കണ്ണുനീരൊപ്പിയിട്ട് ഈ നാട്ടിലെ യുവജനങ്ങളും ഈ നാട്ടിലെ കാരണവന്മാരും ഈ നാട്ടിലെ ചടുലതയുള്ള ദീനിന്റെ എല്ലാ തരത്തിലുമുള്ള അഭിമാനങ്ങളായ യുവാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് ദുൽഫുഖാറിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 20 കൊല്ലത്തെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാതെ പരന്നൊഴുകുന്ന നന്മയുടെ വക്താക്കളായി എല്ലാവരിലേക്കും എത്തിച്ചേരുന്ന കരുണയുടെ ആളുകളായി മാറണം. കാരണം നമ്മുടെ എല്ലാവരുടെയും ചിത്രം അങ്ങനെയാണ്, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രവും അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുമ്പോ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നേതാവായിരുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, അജ്മീറിലെ മാമലയിൽ മഹാനരായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു വരുമ്പോ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു. വഴി നടക്കാൻ അവർ ജീവിക്കുന്ന നാടുകളിൽ അവർ വെട്ടിത്തെളിച്ച വഴിത്താരകളിലൂടെ നടക്കാൻ അവർ പ്രയാസപ്പെട്ടിരുന്നു. അവരെ അവിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരത്താണ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നിട്ടോ ഇന്ത്യ രാജ്യത്തെ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണുനീരൊപ്പിയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന നേരത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരു നേരത്തെ അന്നമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമൂഹങ്ങളെ മുഴുവനും അജ്മീറിലെ മാമലയിലേക്ക് വിളിച്ചു ചേർത്തു ഇന്ത്യൻ മുസൽമാന്റെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ. വരൂ, വിശക്കുന്നവരെ അന്നം തരാം, കരയുന്നവരെ കണ്ണുനീരൊപ്പിത്തരാം, പ്രയാസപ്പെടുന്നവരെ നിങ്ങളുടെ പ്രയാസങ്ങളെ ഞാൻ പരിഹരിച്ചു തരാം. ഇന്ത്യ രാജ്യത്തേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ച ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സുൽത്താനായി നമ്മൾ ആദരിക്കുന്ന നേതാവ് ഇവിടെ കാഴ്ചവെച്ചുപോയ ജീവിതത്തിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ അറിയോ? ഓ മനുഷ്യരെ, വരൂ, വരുമോ? അജ്മീറിലെ മാമലയിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിച്ചേരുകയാണ്. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്, ജൈനരുണ്ട്, പാഴ്സികളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. എല്ലാവരും ഓടിയോടി ചെല്ലുന്ന സമയത്ത് അവരിൽ ഒരാളെയും മാറ്റി നിർത്താതെ അവരെ മുഴുവനും ചേർത്തു പിടിച്ച നേതാവാണ് ഖാജാ മുഈനുദ്ദീൻ. നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നമ്മുടെ മുന്നേ നടന്ന മഹാരഥന്മാരുടെ സമുജ്വലമായ ജീവിതത്തിന്റെ ബാക്കിപത്രമാണ്. അവരിലേക്ക് നമ്മൾ നോക്കൂ. അവർ വഫാത്തായി കിടക്കുന്ന മസാറുകളിൽ, മഖ്ബറകളിൽ ഇന്നും ഈ രാജ്യത്തെ കോടാനകോടി മനുഷ്യർ ഒരുമിച്ച് ചെന്നു ചേരുകയാണ്. അവരുടെ അരികിൽ ചെന്നു നിന്ന് കണ്ണീര് വാർക്കുകയാണ്. അവർക്കറിയാം ഞങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. അജ്മീർ
പീറല ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾക്ക്, ഉള്ളാളത്തെ സയ്യിദ് ശരീഫുൽ മദനി തങ്ങൾക്ക്, മഹാനരായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾക്ക്, മഹാനരായ മമ്പുറത്തെ മൗലദ്ദവീല സയ്യിദ് അലവി തങ്ങൾക്ക്, ഈ രാജ്യത്തിന്റെ മഖാമുകളിൽ മറപ്പെട്ടു കിടക്കുന്ന മഹാരഥന്മാരായ മുസ്ലിമീങ്ങളുടെ മുൻഗാമികൾ ഞങ്ങളെ തള്ളിക്കളയില്ല. അവര് ചേർത്തു പിടിക്കുന്നവരാണ്, ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നവരാണ്, പ്രയാസങ്ങൾ അകറ്റി തരുന്നവരാണ്, കണ്ണുനീരൊപ്പി തരുന്നവരാണ്. അതാണ് അവരുടെ ജീവിതം, അതാണ് അവരുടെ പ്രമാണം. ആ പ്രമാണങ്ങൾ ഒഴുകി ഒഴുകി കാരുണ്യത്തിന്റെ കടലുകൾ ചെന്നു ചേരുന്ന ഒരിടമുണ്ട്. ആ ഇടമാണ് mercy to the world. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ദുനിയാവിലെ ഓരോ മനുഷ്യന്റെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാതൽ ചെന്നു ചേരുന്നത് അകലെ അകലെ മദീനയിലെ മഹോന്നതരായ തിരുമേനിയുടെ അരികിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലാണ്. കാരണം ആ നേതാവ് കാരുണ്യത്തിന്റെ നേതാവാണ്, കരുണയുടെ നേതാവാണ്, അതേ സഹിഷ്ണുതയുടെ നേതാവാണ്. ലോകത്തെ എല്ലാ ജനങ്ങൾക്കുമെന്നല്ല, ഈ മഹാപ്രപഞ്ചത്തിന് മുഴുവനും കരുണയായി ലോകത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞയച്ച നേതാവേ റഹ്മത്തുൽ ലിൽ ആലമീൻ. मैं मदीने चला, मैं मदीने चला, फिर करम हो गया, मैं मदीने चला. അരുവികൾ ഒഴുകിയെത്തുന്ന ദേശം അവിടെയല്ലയോ? റസൂലുള്ളാഹിന്റെ അരികിലല്ലയോ? ആ നേതാവിന്റെ പാഠമാണ് കരുണയുടെ പ്രമേയങ്ങളെല്ലാം. ആ നേതാവ് പഠിപ്പിച്ചതാണ് നമ്മളിവിടെ കാണിച്ചു വെക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ വിഷയങ്ങളെല്ലാം, ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെന്ന കരുണയുടെ നേതാവിൽ നിന്ന് പഠിച്ചു പകർത്തിയ നമ്മുടെ മുൻഗാമികൾ നടന്ന വഴി കാരുണ്യത്തിന്റെ വഴിത്താരയാണ്. ആ കരുണ ജനങ്ങളിലേക്ക് കൂടുതൽ ഒഴുകേണ്ട ഒരു സമയം വരികയാണ്. മുസ്ലിമായ മനുഷ്യന്റെ കാരുണ്യ പ്രവർത്തനം ദുനിയാവിൻ്റെതല്ല. മുസ്ലിമായ മനുഷ്യന്റെ കാരുണ്യ പ്രവർത്തനം ഇവിടെ പേരുകിട്ടാനുള്ളതല്ല. ഇവിടെ പേരുകിട്ടാനെന്ന് മാത്രമല്ല, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നന്ദി വാക്ക് പോലും അവൻ പ്രതീക്ഷിക്കേണ്ടതില്ല. പരിശുദ്ധമായ ഖുർആന അധ്യാപനങ്ങളെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുകയാണ്. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഒരു താങ്ക്സ് കിട്ടുമെന്ന്, ഒരു നന്ദി കിട്ടുമെന്ന്, സമൂഹത്തിന്റെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചല്ല ഇവിടെ ഒരു പ്രവർത്തനങ്ങളും നടത്തുന്നത്. മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല. അവരുടെ എല്ലാവരുടെയും കരുണയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹുവിൽ അർപ്പിച്ച പ്രവർത്തനങ്ങളാണ്. അല്ലാഹു അതിന് പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയാണ്. അവരതുകൊണ്ടാണ് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. മദീനയിലെ പാവങ്ങളുടെ വീടിന്റെ മുമ്പില് ഭക്ഷണം കൊണ്ടുചെന്ന് വെച്ചിട്ട് ആരൊക്കെയോ തിരിച്ചു പോകും. ആരാണെന്നറിയാതെ അവര് കതക് തുറന്നു നോക്കുന്ന നേരത്ത് ഭക്ഷണം കാണും. ഇത് കൊണ്ടുവച്ചതാരാണെന്നറിയില്ല. കൊണ്ടുവച്ച ആളെ കണ്ടാൽ ഒരു സലാം പറയണമെന്നുണ്ട്, പക്ഷേ കൊണ്ടുവന്ന ആളിനെ പരിചയമില്ല. ആ
ആരാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയതെന്നവരറിയുന്നില്ല. കൊണ്ടുവച്ച ഭക്ഷണത്തിന്റെ ഉടമയെ അവര് കണ്ടിട്ടില്ല. സ്വഹാബിമാരിൽ പലരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അവര് ജനങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ കരുണയുടെ എല്ലാ മൂർത്തിഭാവങ്ങളും ഉൾക്കൊള്ളേണ്ട ഒരു മാസം നമ്മിലേക്ക് വരികയാണ്. അത്താഇലൈക്കും പരിശുദ്ധമായ ശഅബാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാരുടെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. ഖദ് അളല്ലനാ ശഹ്റുൻ അദീം. വരാനുള്ളൊരു മാസത്തിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ തിരുമേനി അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാ, നമ്മിലേക്കൊരു മാസം ആഗതമാകാൻ പോകുന്നു സ്വഹാബാ. മണിക്കൂറുകൾ കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക്, മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക്, മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതക്രമങ്ങളിലേക്ക് ആ മാസം വരികയാണ്. വെറും മാസമല്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. 2 മാസം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് എത്തിച്ചു തരണമേ എന്ന് പറഞ്ഞ അതിഥി ഇതാ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സാധാരണ നമ്മുടെ വീട്ടിലേക്ക് അപ്രതീക്ഷമായി ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കുക. ഒരു പ്രതീക്ഷയില്ലാതെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വാതിൽ തുറന്നു കൊടുത്തു. ഉള്ളിലേക്ക് വരൂ എന്ന് പറഞ്ഞു. സ്വീകരിച്ചു. നമ്മുടെ കയ്യിൽ അപ്പോഴുള്ള കാര്യങ്ങൾ കൊണ്ട് അയാളെ സൽക്കരിച്ചു. നമ്മൾ പറഞ്ഞയച്ചു. നമുക്കതിൽ വേവലാതിയില്ല, പ്രശ്നങ്ങളില്ല. എന്നാൽ നമ്മൾ ഒരാളെ ക്ഷണിച്ചു വരുത്തി. നിങ്ങൾ എൻ്റെ വീട് വരെ ഒന്ന് വരണം, എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, എൻ്റെ വീട്ടിൽ കുറച്ചു നാൾ നിങ്ങൾ താമസിക്കണം, നിങ്ങളുടെ ഒരു സാന്നിധ്യം ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എൻ്റെ വീട് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ വിളിച്ചു വരുത്തി. എൻ്റെ വീടിന്റെ മുമ്പിലേക്ക് അവർ വന്നു. അവര് വന്നിട്ടോ വാതില് തട്ടിയപ്പോ ഞാനത് തുറന്നു. ഞാൻ ക്ഷണിച്ചിട്ട് വന്നു ചേർന്ന അതിഥിയെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ അത് മാന്യതയല്ല, മാന്യന്മാരുടെ ഇടപാടല്ല, മാന്യതയുള്ളവരുടെ ശൈലിയല്ല. ഞാൻ സ്വീകരിക്കാൻ ഏറ്റവും പ്രാപ്തനായ ആളായിരിക്കണം, ഞാൻ സ്വീകരിക്കാൻ എപ്പോഴും സന്നദ്ധമായിരിക്കണം. കാരണം ഞാൻ ഈ അതിഥിയെ ക്ഷണിച്ചു വരുത്തിയ ആളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ അതിഥികളെ ദൈവത്തെ പോലെ കാണേണ്ടവരാണ്. അതിഥി ദേവോ ഭവ എന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു വർത്തമാനമാണ്. അതുകൊണ്ട് തന്നെ അതിഥികൾ വരുമ്പോ എല്ലാം ഒരുക്കി വെച്ചിരുന്നു. മഹാത്മാഗാന്ധിയുടെ വീട്ടിലേക്ക് പലപ്പോഴും മൗലാന മുഹമ്മദ് അലി ജൗഹർ വരുമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വീട്ടിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ വരും. മൗലാന മുഹമ്മദ് അലി ജൗഹർ വന്ന് ഗാന്ധിയുമായി ഇരുന്ന് സംസാരിക്കുന്ന നേരത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ മഹാത്മാവ് പറയും, ഇതാ എന്റെ വീടിന്റെ ഒരു മൂലയിൽ നിങ്ങൾക്ക് ആവശ്യമായ പായ വിരിച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി നിസ്കരിച്ചോ. വരുന്നയാളിന്റെ ആരാധനകളെപ്പോലും ആദരിച്ചുകൊണ്ട് പായ വിരിച്ചു കൊടുത്ത രാഷ്ട്രപിതാവിന്റെ നാടാണ് ഇന്ത്യ. നിങ്ങൾ അങ്ങോട്ട് നിസ്കരിച്ചോ, ഇതാ നിങ്ങൾക്ക് പായ വിരിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പായ, നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പായ ആ റൂമിലുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ മഹാത്മാവിന്റെ വീട്ടിൽ നിസ്കാരം നിർവഹിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ വന്നു ചേർന്ന അതിഥിയെ എല്ലാ നിലയിലും പരിഗണിക്കാൻ അവിടെ തന്നെ ഒരിക്കൽ മൗലാന അബുൽ കലാം ആസാദ് മഹാത്മാഗാന്ധിയുടെ വീട്ടിലേക്ക് വന്നു. ചരിത്രം നമ്മൾ നന്നായി മനസ്സിലാക്കണം. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി, പരിശുദ്ധമായ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ, ഇന്ത്യ രാജ്യത്തിന്റെ
ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം ഈ കയറിയിരിക്കാൻ പാകത്തിൽ ധിഷണയുള്ള അറിവുള്ള പണ്ഡിതൻ, ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മൗലാന അബുൽ കലാം ആസാദ് ഒരു വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ വീട്ടിലേക്ക് വന്നു. അപ്രതീക്ഷിതമായി ആ വീട്ടിലേക്ക് മറ്റൊരു അതിഥി കൂടി വന്നു. ആ അതിഥി പാകിസ്ഥാൻ അവരുടെ നേതാവായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മുഹമ്മദ് അലി ജിന്നയായിരുന്നു. മുഹമ്മദ് അലി ജിന്ന മഹാത്മാഗാന്ധിയുടെ വീട്ടിലെത്തിയതിന്റെ പിന്നിൽ വേറൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? മൗലാന അബുൽ കലാം ആസാദ് എന്ന ധിഷണാശാലിയായ പണ്ഡിതനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് അലി ജിന്ന വന്നത്. മഹാത്മാഗാന്ധിയുടെ വീട്ടിലെത്തിയ നേരത്ത് മുഹമ്മദ് അലി ജിന്ന മൗലാന അബുൽ കലാം ആസാദിനോട് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളെ കാണാനാണ്. നിങ്ങൾ എന്റെ രാജ്യത്തേക്ക് വരണം. എന്റെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിങ്ങളുടെ നേതൃത്വം ഉണ്ടാവണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞോ. നിങ്ങളെപ്പോലെ ഒരു ധിഷണാശാലിയായ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, ബ്രില്യന്റായ മനുഷ്യൻ, ജീനിയസ് ആയ മനുഷ്യൻ എന്റെ രാഷ്ട്രത്തെ നയിക്കണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു. മൗലാന അബുൽ കലാം ആസാദ് സ്വാഗതം. അധികാരത്തിന്റെ മട്ടുപ്പാവ് തുറന്നിട്ട് പാകിസ്ഥാൻ നിങ്ങളെ വിളിക്കുകയാണ്, വരൂ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളോട് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ രാജ്യം വിട്ടുപോകണമെന്ന് പറയുന്ന ആളുകൾ ഒരാവർത്തി വായിക്കണം. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അമരത്തുണ്ടായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞു. മൗലാന അബുൽ കലാം ആസാദ് മുഹമ്മദ് അലി ജിന്നയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആരുടെ രാഷ്ട്രം? ഇന്ത്യ രാജ്യത്തെ വർഗീയവാദികളുടെ ചിന്തകൾക്കൊപ്പിച്ച് തുള്ളിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രത്തിന്റെ അധികാര പദവിയിൽ വന്നിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇന്ത്യ രാജ്യത്തിന്റെ സ്ട്രീറ്റുകളിൽ ഒന്നുമില്ലാതെ അലഞ്ഞു നടക്കലാണ്. അത് എന്റെ രാജ്യമല്ല, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ രാജ്യമല്ല. എന്റെ മുമ്പിൽ ഇനി നിങ്ങളെ കാണാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തു നിന്ന് പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുന്നവരോടും ചരിത്രം പറയുന്ന മറുപടി ഇത് തന്നെയാണ്. നമുക്ക് മുമ്പേ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ മറുപടിയാണ്, വരൂ മൗലാന അബുൽ കലാം, നിങ്ങൾക്ക് അധികാരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ തരാം, എന്റെ രാജ്യത്തേക്ക് വരൂ. പറ്റില്ല. ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി കാണാൻ പാടില്ല. നിങ്ങൾ ഈ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രത്തിന് ഇവിടുത്തെ മുസ്ലിമീങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, അത് വർഗീയവാദികളുടെ സ്വപ്നമാണ്. എന്റെ മുമ്പിൽ നിങ്ങളെ ഇനി കാണാൻ പാടില്ല എന്ന് വിളിച്ചു പറഞ്ഞ മുൻഗാമികളുടെ പിൻഗാമികളാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങളോട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ പറയരുത്. കാരണം നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നു. ചരിത്രം പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താണ്. പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോ അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ വലിയ സംസ്കാരമാണ്. അല്ലെങ്കിൽ തന്നെയും പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ഈജിപ്തിലെ തെരുവോരങ്ങളിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, മനോഹരമായ ഫാനൂസ് വിളക്കുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. 1000 വർഷമായിട്ട് ഈജിപ്തുകാരുടെ ആചാരമാണ് പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഫാനൂസ് വിളക്കുകൾ. നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡുകളിലും പോസ്റ്ററുകളിലും റമദാനുമായി ബന്ധപ്പെട്ടിടത്തൊക്കെ കാണുന്ന ഒരു വിളക്കുണ്ട്. വർണ്ണശബളമായ വെളിച്ചം വരുന്ന മനോഹരമായ വിളക്കുകൾ. അതിങ്ങനെ സ്ട്രീറ്റുകളിലെല്ലാം ഉണ്ടാവും. കൈറോയിലെ തെരുവോരങ്ങളിലെല്ലാം ഉണ്ടാവും. റമദാനിൽ അത് പർച്ചേസ് ചെയ്തൊരെണ്ണം വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി തൂക്കിയിടും. ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് അവിടുത്തെ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ ആ രാജ്യത്തേക്ക് വരുമ്പോ പരിശുദ്ധ റമദാനിൽ തെളിഞ്ഞു കത്തുന്ന ഈ വിളക്കുകൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ റാന്തലു പോലെ കുറച്ചുകൂടി മനോഹരമായി ഒരുക്കിയ വർണ്ണക്കടലാസുകളാൽ ഒരുക്കിയ ഫാനൂസ് വിളക്കുകൾ അറബ് രാജ്യങ്ങളുടെ തെരുവോരങ്ങളിൽ റമദാനിൽ ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കാണാം. അറബ് നാടുകളിൽ നമ്മളെല്ലാം സ്വീകരിക്കാറുണ്ട്. കുഴിമന്തി അറബ് നാട്ടിൽ നിന്ന് വന്നാണ്, അൽഫാം അറബ് നാട്ടിൽ നിന്ന് വന്നാണ്. പക്ഷെ ചിലപ്പോൾ നല്ലതൊന്നും നമ്മൾ സ്വീകരിക്കൂല. പരിശുദ്ധ റമദാനിൽ ആ വിളക്കുകൾ തെളിച്ചിട്ട് അവര് റമദാനാണ് എന്നതിന്റെ ആദരവ് വെളിവാക്കാണ്. കുട്ടികൾ പാട്ടുപാടിയിട്ട് കൂട്ടം കൂടി തെരുവോരങ്ങളിലൂടെ ആ ഫാനൂസ് വിളക്കും കൊണ്ട് ഇങ്ങനെ നടക്കും. ഈജിപ്തിന്റെ ഗല്ലികളിൽ നമ്മുടെ സുന്ദരന്മാരായ കുട്ടികൾ, കുഞ്ഞോമന മക്കൾ ആ വിളക്കും തെളിച്ചിട്ട് ഇങ്ങനെ നടക്കും. പരിശുദ്ധ റമദാനാണിത് എന്ന് ഓർമ്മപ്പെടുത്തും. അവരുടെ വീട്ടിൽ ആ വിളക്ക് വാങ്ങി വെച്ചിട്ടൊരു ആഘോഷമുണ്ട്, വളരെ രസകരമാണ്.
ആ നാട്ടിലെ കുഞ്ഞുമക്കളെയൊക്കെ വിളിച്ചിട്ട്, അവരുടെ പ്രായക്കാരായ ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഒരു ദിവസം അവർ നോമ്പ് തുറപ്പിക്കും. നോമ്പ് തുറപ്പിച്ചിട്ട് അവരുടെ വാപ്പമാരവർക്ക് വാങ്ങിക്കൊടുത്ത ഫാനൂസ് വിളക്ക് അവരിങ്ങനെ കാണിച്ചു കൊടുക്കും. അവർക്ക് എൻ്റെ ഉപ്പ വാങ്ങിത്തന്നതാണ്. റമദാനിൽ ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിയ വിളക്കിന്റെ പ്രത്യേകത ഇതാണ്. നിങ്ങളുടെ വീട്ടിലുള്ളത് പോലെയല്ല, വളരെ അലങ്കരിച്ച മനോഹരമായ വെളിച്ചം വരുന്ന, കണ്ടാൽ അഴകുള്ള ഈ പ്രകാശം നിങ്ങളെ കാണിക്കാൻ കൂടിയാണ് നിങ്ങളെ നോമ്പ് തുറക്കാൻ വിളിച്ചത്. ഓരോ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് റമദാനിനെ സ്വാഗതം ചെയ്യുക. കാരണം നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ്. ബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റമദാനിനെ എത്തിച്ചു തരണമേ അല്ലാഹ്. റമദാൻ നമ്മുടെ കൺമുന്നിൽ വന്നു നിൽക്കുന്ന നേരം വേറെ വിഷയങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. വല്ലാതെ നമ്മൾ റമദാനിലേക്ക് ഒരുങ്ങേണ്ടവരാണ്. കാരണം മറ്റു ദിവസങ്ങളെപ്പോലെയൊന്നുമല്ല. റമദാൻ വലിയൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഏത് ആഘോഷമാണെന്നറിയോ? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചതിൻ്റെ ആഘോഷമാണത്. റമളാനിന്റെ രാത്രികളിലൊന്നിലാണ് പ്രകാശഗിരിയിലേക്ക് പ്രവാചകരുടെ അരികിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രമാണങ്ങളുടെ ലോകത്ത് അജയ്യമായ വേദം അവതരിപ്പിച്ചത്. തത്തുല്യമായ ഒരു വേദമില്ല, തത്തുല്യമായ ഒരു പ്രമാണവും ഇല്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. 1000 മാസങ്ങളെക്കാൾ പവിത്രധന്യമായ ആ പാതിരാവിൽ ഒരിക്കലാണ് അള്ളാഹുവിന്റെ റസൂലിന് ഓതിക്കൊടുത്തത്. നബിയെ, അവസാന നാൾ വരെ വരാനുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പ്രമാണം, അവർക്ക് മുറുകെ പിടിക്കാനുള്ള പ്രമാണം, കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, പരിശുദ്ധ ഖുർആൻ. ലോകത്തെല്ലാ മതങ്ങൾക്കും വേദങ്ങളുണ്ട്, രാജ്യങ്ങൾക്ക് അവരനുസരിക്കുന്ന ഭരണഘടനകളുണ്ട്, ലോകത്തെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ പിൻപറ്റുന്ന മീമാംസകളുണ്ട്. എന്നാൽ ആലോചിച്ചു നോക്കൂ, കാലാനുസൃതമായി അവയെല്ലാം തിരുത്തപ്പെടാറുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന 1951 2021 ഇടയിൽ എത്രയോ തവണ തിരുത്തിയിട്ടുണ്ട് നമ്മൾ. എന്തുകൊണ്ടാണ് തിരുത്തൽ വേണ്ടി വരുന്നത്? ആ ഭരണഘടനയിൽ കാലാനുസൃതമായ കൂട്ടിച്ചേർക്കലുകൾ വേണ്ടി വരുമ്പോ കാലത്തിന് അനുയോജ്യമായ ചിലത് ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് പരിശുദ്ധമായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത് കാണാം. സ്വാഭാവികമാണ്. രാജ്യം വളരുന്നതിനനുസരിച്ച്, നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച്, ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. മാറ്റങ്ങൾ ആവശ്യമില്ലാത്തൊരു ഭരണഘടനയുണ്ട്. 1400 കൊല്ലങ്ങൾക്കപ്പുറം പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിത്തന്നതാണത്. അതിലെവിടെയും എങ്ങനെയും ഒരു കൈകടത്തലുകൾക്കും ആവശ്യമില്ലാത്തവണ്ണം ഭദ്രമായ ഖുർആൻ, വൽ ഖുർആനിൽ ഹകീം. ഒരാൾക്കും ആ ഖുർആനിനെ പൊളിച്ചു കളയാൻ പറ്റില്ല. അത്ര വലിയൊരു പ്രമാണം മുഅ്മിനെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഖുർആനിനെ വെല്ലുവിളിക്കാൻ കഴിയില്ല. റദ്ദത് ബലാഗതുഹാ ദഅവാ മുആരിദിഹാ റദ്ദൽ ഉയൂനി യദൽ ജാനി അനിൽ ഹുറമി മൗലായ സ്വല്ലി വസല്ലം.
ഒരാൾക്കും അതിനെ ചലഞ്ചു ചെയ്യാൻ പറ്റാത്ത അത്രയും മനോഹരമാണ്. സാഹിത്യമാണോ? സാഹിത്യം കൊണ്ട് സമ്പുഷ്ടമാണ്. അത് പറയുന്ന ആശയങ്ങളുടെ സമ്പുഷ്ടമായ ലോകമാണോ? ഒരാൾക്കും തകർക്കാനാകാത്ത യുക്തിഭദ്രമായ വേദമാണ്. എല്ലാ കാലത്തും അതിനെ തകർക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉജ്ജ്വലമായ ഖുർആൻ തിരിച്ചു വന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സൺ ബ്രിട്ടന്റെ പാർലമെന്റിൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം പരിശുദ്ധമായ ഈ ഖുർആനിനെ, അതിന്റെ കോപ്പിയെ ബ്രിട്ടന്റെ പാർലമെന്റിൽ കാണിച്ചിട്ട് അയാൾ പറയാണ്, ഈ സാധനം നമ്മുടെ രാജ്യത്ത് ആവശ്യമില്ല. ഇതിവിടെ ഉള്ളിടത്തോളം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതിന്റെ അവസാനത്തെ വക്താവിനെയും ഈ രാജ്യത്തു നിന്ന് ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. കാലങ്ങൾ കഴിഞ്ഞു, ഗ്ലാഡ്സൺ മരിച്ചു, മണ്ണടിഞ്ഞു പോയി. ഇന്ന് ബ്രിട്ടന്റെ തെരുവോരങ്ങളിൽ ഖുർആൻ ഓതുന്ന 10,000 മനുഷ്യര് ബാക്കിയുണ്ട്. ആലോചിച്ചു നോക്കൂ. ഈ അടുത്ത കാലത്ത്, വളരെ ചുരുങ്ങിയ കാലങ്ങൾക്ക് മുമ്പ്, പരിശുദ്ധമായ ഖുർആനിനെതിരെ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിൽ ഒന്ന് ജെറോം വാൻ ക്ലവറൻ എന്ന ഡച്ചുകാരനായ മനുഷ്യന്റെ പ്രസംഗമാണ്. ഇസ്ലാം പോയിസൺ ആണ്, ഖുർആൻ നുണയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആ മനുഷ്യൻ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം എഴുതാൻ ഒരുങ്ങി. ആ മനുഷ്യൻ ഖുർആനിലേക്ക് അടുക്കാൻ തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? ഡച്ചുകാരായ ആളുകളുടെ ഇടയിൽ, മുസ്ലിം വിരോധികളായ ആളുകളുടെ ഇടയിൽ, ഒരുപാട് മാർക്കറ്റുള്ള ഇന്ത്യയിലെ വർഗീയവാദികൾ പോലും പ്രചരിപ്പിച്ച പ്രസംഗത്തിന്റെ ഉടമയായ ജെറോം വാൻ ക്ലവറൻ കഅബാലയത്തിന്റെ അരികിലെത്തി. തെറ്റുപറ്റിപ്പോയതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഡച്ചുകാരനായ ജെറോം വാൻ ക്ലവറൻ എന്ന ഡച്ചു പാർട്ടിയിൽ ഓപ്പോസിഷൻ ലീഡറായിരുന്ന വലിയ മനുഷ്യൻ കഅബാലയത്തിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, മതിയായി. ഈ വേദത്തിന്റെ മനോഹരമായ അധ്യായങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോ ഇതിനെ കുറ്റപ്പെടുത്താൻ ഇനി എനിക്ക് സാധിക്കാത്തവണ്ണം എന്റെ ഖൽബിന് മതിയായി പോയി. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അല്ലാഹു ഏകനാണെന്ന്. ഈ പ്രഖ്യാപനത്തോടൊപ്പം ചേർത്തു വെക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന്. ഈ മനുഷ്യൻ മരിച്ചു പോയിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാനിത് പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രമാണങ്ങളെ കളിയാക്കുന്ന ആളുകൾ പോലും, പരിശുദ്ധമായ ഖുർആനിനെ തകർക്കാൻ വന്നവർ പോലും അതിന്റെ മുമ്പിൽ എല്ലാ ആയുധങ്ങളും വെച്ച് കീഴടങ്ങിപ്പോയ വേദം മുഅ്മിനീങ്ങളെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാലത്തോളം നമ്മെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആ വേദത്തോട് വെല്ലുവിളിക്കാനും സാധ്യമല്ല. നിങ്ങളുടെ ജില്ലയിലെ ഒരു വക്കീല്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, തന്റെ അനന്തര സ്വത്ത് തന്റെ പെൺമക്കളിൽ നിന്ന് തന്റെ സഹോദരങ്ങൾക്ക് ഒരല്പം പോലും കിട്ടാതിരിക്കാൻ വീണ്ടും ഒരു കല്യാണം കഴിച്ചു. ഈ ജില്ലയിലുള്ള വക്കീലല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ ചാനലുകൾ മുഴുവനും ചർച്ച വന്നു. അതിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾക്ക് അവരുടെ വാപ്പമാരുടെ സ്വത്തിൽ പോലും അവകാശമില്ലെന്ന ധ്വനി കൊണ്ടുവന്നിട്ട് ഏക സിവിൽ കോഡിനെ വലിച്ചു കൊണ്ടുവരാനുള്ള ഗൂഢമായ അജണ്ടയാണത്. അത് മനസ്സിലാക്കാൻ ഉമ്മത്തിന് സാധിച്ചിട്ടുണ്ട്. ഒന്നാമതായി അത് പറഞ്ഞു വെക്കുന്നതോടൊപ്പം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ വിവാദം വന്നപ്പോ എല്ലാരും ചോദിക്കാൻ തുടങ്ങി, അതെ, മരിച്ചുപോയ വാപ്പാന്റെ സ്വത്തിലും ആ പെൺമക്കൾക്ക് അവകാശമില്ലേ? എല്ലാ ആളുകളും, ഞാൻ സേവനം ചെയ്യുന്ന മഹലിൽ നിന്ന് ഇതര മത സുഹൃത്തുക്കൾ വരെ പറഞ്ഞു, നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞു കൊടുത്തു, ഇസ്ലാമിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ഇസ്ലാമിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, അനന്തരാവകാശ നിയമം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. അത് പറഞ്ഞതോടൊപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തു, ലോകത്ത് പെണ്ണിന് അനന്തരാവകാശത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതിന്റെ നാൾ വഴികൾ മുഴുവനും പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മതം പരിശുദ്ധമായ ഇസ്ലാം ലോകത്തെ ഏതൊരു ദർശനവും പെണ്ണിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് മുമ്പ് അവകാശങ്ങളുള്ളവരാണ് പെണ്ണ് എന്ന് ഉയർത്തിപ്പറഞ്ഞ മതമാണ്. ലോകത്ത് ഞാൻ എൻ്റെ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ പറയാണ്, ഉമ്മമാരറിയാൻ പറയാണ്,
ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ സ്ത്രീകളുടെ കൽബിൽ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ശേഷം വന്ന മഹാന്മാരായ ആലിമീങ്ങളെ, നമ്മുടെ നാടുകളിൽ ജീവിച്ചിരിക്കുന്ന ഉമറാക്കളെ, കാരണവന്മാരെയൊക്കെ സ്ത്രീ വിരുദ്ധരായി പറയുന്ന കാലത്ത് മനസ്സിലാക്കണം, ഇംഗ്ലണ്ടിൽ ഒരു പെണ്ണിന് അനന്തരാവകാശ നിയമം വരുന്നത് 1882 മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് നടപ്പായത് 1882 അവര് സമ്പാദിക്കുന്ന സ്വത്ത് പോലും കൈവശം വെക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടിലെ പെണ്ണുങ്ങൾക്ക്. ആ പെണ്ണുങ്ങൾക്ക് അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾക്കൊടുവിൽ 1882 എല്ലാ പുരോഗമനങ്ങളുടെയും ലോകമെന്ന് വിളിച്ചു പറയുന്ന ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ പെണ്ണിന് സ്വത്തിന് അവകാശം ഉണ്ടായത്. 1882 ആ നിയമം പാസ്സായത്. അപ്പോഴും സ്ഥാപന ജംഗമ വസ്തുക്കൾ, ലാൻഡ്, മറ്റു കാര്യങ്ങളൊന്നും പെണ്ണിന്റെ കൂടെ എഴുതി ചേർക്കാൻ പറ്റുമായിരുന്നില്ല. വീണ്ടും സമരം നടന്നു. 1925 ഇംഗ്ലണ്ടിൽ പെണ്ണിന് സ്ഥാപന ജംഗമ വസ്തുക്കൾ അവളുടെ പേരിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള അവകാശം ഉണ്ടായത്. 1850 അമേരിക്കയിലെ പെണ്ണുങ്ങളുടെ അനന്തരാവകാശത്തെ കുറിച്ച് ചർച്ച വന്നത്. 1950 ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഈ രാജ്യത്തിന്റെ ഭരണഘടന രൂപപ്പെടുത്തിയ ഭീമറാവു അംബേദ്കറും ചേർന്നിരുന്നിട്ട് ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സഹോദരിമാരുടെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ആവശ്യമായ കോഡുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ക്രൈസ്തവ സഹോദരിമാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് നമ്മുടെ രാജ്യം കണ്ട കഴിവുറ്റ എഴുത്തുകാരിയായ അരുന്ധതി റോയിയുടെ അമ്മയാണ്. അതും ഈ അടുത്ത കാലത്താണ്. 18-ാം നൂറ്റാണ്ടിനിപ്പുറമാണ് പെണ്ണിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഈ രാജ്യങ്ങൾക്കെല്ലാം കഴിഞ്ഞതെങ്കിൽ 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും പെണ്ണിനെ കുറിച്ച് പറയാൻ ഇവര് പേടിച്ചിരുന്നെങ്കിൽ 6-ാം നൂറ്റാണ്ടിന്റെ പ്രഖ്യാപനം മറിക്കൂ. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം, ആ അധ്യായത്തിന്റെ പേര് തന്നെ നിസാ, പെണ്ണുങ്ങൾ, വുമൻ എന്ന അധ്യായത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു. ലിർരിജാലി നസീബും മിമ്മാ തറഖൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറഖൽ വാലിദാനി വൽ അഖ്റബൂൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണപ്പെട്ടുപോയ ഉറ്റ ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും സ്വത്തിൽ ആണിന് അവകാശമുണ്ട്. ഒരേ പദപ്രയോഗങ്ങൾ, വലിന്നിസാഇ നസീബും മിമ്മാ തറഖൽ വാലിദാനി വൽ അഖ്റബൂൻ. അതിൽ പെണ്ണിന് അവകാശമുണ്ട്. ഏത് പെണ്ണ്? ഉക്കാൽ ചന്തയിലേക്ക് വലിച്ചുകൊണ്ട് ചങ്ങലക്കെട്ടുകളിൽ വന്ന പെണ്ണിനെ നോക്കിയിട്ട് ആ പെണ്ണിന് അനന്തരം കൊടുക്കണമെന്ന് വിളിച്ചു പറഞ്ഞ പ്രത്യായ ശാസ്ത്രം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിന്, യൂറോപ്പിന്, ഇന്ത്യക്ക്, ലോകത്തേതെങ്കിലും ഒരു ദർശനത്തിന് പെണ്ണിനോട് നീതി കാണിക്കാൻ തോന്നിയത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ കുതിര കയറരുത്, അള്ളാഹുവിന്റെ മതത്തെ നിങ്ങൾ കുതിര കയറരുത് എന്ന് മാത്രമല്ല, ഈ വിവാദങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ പഠിക്കാൻ ജനങ്ങൾക്ക് അവസരം ഉണ്ടാവുക. എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ പഠിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കണം. എൻ്റെ ഉമ്മമാരെ മനസ്സിലാക്കണം. ഈ നിയമങ്ങളൊക്കെ വരുമ്പോ അറിയുമോ, സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത മാനവികമായ, മാനുഷികമായ പരിഗണനകളുടെയും അർഹതയുടെയും ബഹുമതിയുടെയും ചരിത്രം യൂറോപ്പിലെ പെണ്ണുങ്ങൾ വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാലത്ത് യൂറോപ്പിൽ വന്ന എഴുത്തുകാർ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നമ്മുടെ നേതാവിനെ സ്ത്രീ വിരുദ്ധനായി അവതരിപ്പിച്ചത്. അപ്പൊ പിന്നെ ബാക്കി വായിക്കൂലല്ലോ. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയെ സ്ത്രീ വിരുദ്ധനാക്കുന്നത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ വിരുദ്ധനാണെന്നങ്ങ് പറഞ്ഞാൽ പിന്നെ അവിടെ അവകാശമൊന്നും കിട്ടാനുണ്ട് എന്നൊരു പെണ്ണിനും തോന്നില്ല. യൂറോപ്പെങ്ങാണ് മുഹമ്മദ് നബിയെ വായിച്ചാൽ പെണ്ണുങ്ങളുടെ കൽബിലേക്ക് ആ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞ അറഫ പ്രഭാഷണത്തിൽ അടക്കമുള്ള പരിഗണനയുടെ വാചകങ്ങൾ കടന്നു കയറിയാൽ അവര് പ്രവാചകനിലേക്ക് ഒഴുകിപ്പോകുമോ എന്ന ഭയം, ആ ഭയമായിരുന്നു ഒരു കാലത്ത് യൂറോപ്പിനെ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറയിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രമാണങ്ങളെ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് മറ്റൊരു ചോദ്യം കൂടിയുള്ളത്. അതുകൂടി ആഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഭാഷണത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കടക്കാണ്. യൂസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. സ്വത്ത് ഭാഗിക്കുന്ന സ്ഥലത്ത്, അതേ സ്വത്ത് ഭാഗിക്കുന്ന സ്ഥലത്ത് പെൺമക്കളുടെ ഓഹരിയേക്കാൾ ആൺമക്കൾക്ക് ഓഹരി നൽകുന്നുണ്ടല്ലോ ഇസ്ലാം.
അതിനെന്താണോ മറുപടിയുള്ളത്? ആലോചിക്കും മോമിനെ. പരിശുദ്ധ ഇസ്ലാം ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് മുഴുവനും പുരുഷനെയാണ്. വാപ്പ മരിച്ചുപോയി, ഉമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്. ഉമ്മാന്റെ ഉത്തരവാദിത്തം മകനുള്ളതാണ്. അതുകൊണ്ട് വാപ്പാന്റെ സ്വത്തിൽ ഒരു ഓഹരി മകന് അധികം കൊടുക്കുന്നത് നീതിയാണ്. ഉമ്മാനെ നോക്കണം, ചെലവിന് കൊടുക്കണം, രോഗം വന്നാൽ ചികിത്സിക്കണം, പെങ്ങന്മാരെ നോക്കണം, അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അവരെ കെട്ടിച്ചേക്കണം. എല്ലാ ഉത്തരവാദിത്തവും പുരുഷന് ഓരോഹരി അധികം കൊടുത്തിട്ട് ആ അധികാരത്തെ ആഞ്ഞു തറപ്പിച്ചു പറയുകയാണ് ഇസ്ലാം. പെൺമക്കൾ മാത്രമേ ഉള്ളൂ. വാപ്പ മരിച്ചാൽ 100 രൂപയാണ് ബാക്കി വന്നതെങ്കിൽ 80 രൂപ ഈ സഹോദരങ്ങൾക്ക് വീതിച്ചു കൊടുത്ത്, അതെ, ബാക്കി വരുന്ന ഒരു 20 രൂപയിൽ നിന്ന് ബാക്കി ചില അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്കും കൊടുത്തിട്ട് ഒരു 12% വാപ്പാന്റെ സഹോദരന് കൊടുക്കും. ഒരു 12 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്താലോ അതിനോടൊപ്പം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. നിന്റെ സഹോദരന്റെ മക്കളാണ്. വരാനുള്ള എല്ലാ ഇടപാടുകളിലും, അവർക്ക് ആവശ്യമുള്ള ചെലവുകളിലും, അവരുടെ നിക്കാഹിലും, അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും നീ ഉത്തരവാദിത്തം വഹിക്കേണ്ടവനാണ്. അത് ഉറപ്പിക്കുകയാണ് ഇസ്ലാം. എത്ര മനോഹരമായ ഈ ദർശനത്തെയാണ് വളച്ചൊടിക്കുന്നത്. മുഅ്മിനേ, ആലോചിച്ച് പഠിക്കേണ്ട കാലമാണ്. കാരണം ദീനിലെ ഒരു നിയമം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാല് ഇസ്ലാം എന്ന് പുറത്തു പോകാൻ പിന്നെ വേറൊന്നും വേണ്ട. ഒരു നിയമമേ ഞാൻ ഉൾക്കൊള്ളൂ, മറ്റേതെനിക്ക് പറ്റില്ല എന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ ഇല്ല. എല്ലാ കാര്യത്തിലും റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ. എല്ലാത്തിലും നമുക്ക് വലുതു ദീനാണ്. അതിലങ്ങ് പൊരുത്തപ്പെട്ടവരാണ് നമ്മൾ. അള്ളാഹുവിൽ പൊരുത്തപ്പെട്ടവരാണ് നമ്മൾ. റസൂലുള്ളാനെ പൊരുത്തപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾക്ക് മറ്റു ചോയ്സുകളില്ല. സ്വന്തം സഹോദരന് സ്വത്തിന്റെ ഒരൽപ്പം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്റെ സ്വത്ത് പെൺമക്കളിലേക്ക് ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിച്ച മനുഷ്യനല്ല. ആലോചിച്ചു നോക്കൂ. സ്വന്തം സഹോദരങ്ങൾക്ക് എന്റെ സ്വത്തിന്റെ ഒരംശം കിട്ടരുത് എന്ന് ആലോചിക്കുകയും വിചാരിക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്ത മനുഷ്യരല്ല. ഞങ്ങൾ ജീവിതത്തിൽ സമ്പാദിച്ചതിൽ നിന്ന്, ഈ കഴിഞ്ഞ ഒരു കൊല്ലം ഞങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് 2.5% നിർബന്ധമായി ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി നിയത്ത് ചെയ്തിരിക്കുന്ന 10,000 കോടാനകോടി വരുന്ന മനുഷ്യരുടെ ദർശനമാണ് ഇസ്ലാം. തന്റെ സഹോദരൻ ഒരു നയാ പൈസ കൊടുക്കാത്ത മനുഷ്യന്റെ ദർശനമല്ല. കഴിഞ്ഞ ഒരു കൊല്ലം ഞാൻ സമ്പാദിച്ചതിന്റെ 2.5% നിർബന്ധമായി നാട്ടിൽ അർഹതപ്പെട്ട പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ മനസ്സുകൊണ്ട് നീയത്തെടുത്ത കോടാനകോടി മനുഷ്യരുടെ ജീവശ്വാസമാണ് ഈ മതം. ഞാൻ ആലോചിച്ചു പോവാണ്, ഈ വക്കീലൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം ഇസ്ലാമിൽ നിന്നതെന്ന്. കാരണം ഈ അനന്തര സ്വത്ത് കൊടുക്കുന്നത് പോലെ ആലോചിച്ച് നോക്കൂ. ഒരു കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് 2.5% നീ നിർബന്ധമായും സക്കാത്ത് കൊടുത്തേ പറ്റൂ. സക്കാത്തിന്റെ പരിധി എത്തിയാൽ നിർബന്ധമായി നീ സക്കാത്ത് കൊടുക്കണം. നീ അധ്വാനിച്ചതാണ്, എന്റെ പൈസ പുറത്തു പോകരുതെന്ന് വിചാരിച്ച് കെട്ടിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റൂല. നീ അധ്വാനിച്ചതിൽ നിന്ന് ഈ നാട്ടിലെ പാവങ്ങൾക്ക് അർഹതപ്പെട്ടത് വീതിച്ചു കൊടുത്തേ പറ്റൂ. ഇത് ഇസ്ലാമല്ലേ? അപ്പൊ ഈ കാലം ഇത്രയും ഈ മനുഷ്യനൊക്കെ എങ്ങനെ സക്കാത്ത് കൊടുത്തു എന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. മോമിനീങ്ങളെ, ഈ അജണ്ടകളുടെ ഒക്കെ പുറകില് വേറെ ചില ചിന്തകളും കളികളും ഒക്കെ ഉണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ തൊടാൻ പറ്റൂല. പരിശുദ്ധമായ ഖുർആനിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ചോദ്യം ചെയ്ത മനുഷ്യരൊന്നും നിലനിന്ന ചരിത്രമില്ല. അതേ, ലോകത്തെവിടെയെങ്കിലും ഈ ദർശനം കേൾക്കരുതെന്ന് ആഗ്രഹിച്ചവരുണ്ടോ? അവരെല്ലാവരും മണ്ണടിഞ്ഞിട്ടുണ്ടെന്നാൽ ഇസ്ലാമോ ഇതുപോലെ ഒരു വേദമില്ല. ആ വേദം
വേദം അവതരിച്ച കാലത്തിന്റെ ആഘോഷമാണ് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിച്ച ആഘോഷം അല്ലാഹു പഠിപ്പിക്കുന്നത് അതിരുകടന്ന ആഘോഷമല്ല. റജബ് മുതൽ ആരാധനകളുടെ ആഘോഷമാണ്. മുഅ്മിനീങ്ങളുടെ ആഘോഷങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്. അതിൽ അതിരുകടക്കലുകളില്ല, അല്ലാഹനെ മറക്കലുകളില്ല. അല്ലാഹുവിൻ്റെ കലാം അവതരിച്ച ദിവസങ്ങൾക്ക് വേണ്ടി ശരീരം സ്ഫുടം ചെയ്ത് കാത്തിരിക്കുന്ന മുഅ്മിനീങ്ങളാണ്. അതിനുവേണ്ടി നോമ്പെടുക്കുന്നവരാണ്. നോമ്പ് നമ്മളിലേക്ക് വരുമ്പോഴോ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്യുന്ന അനുഗ്രഹം എത്രയാണ്. നോമ്പുകാരനായ ആള് കിടക്കുന്ന പായയിൽ നിന്നെഴുന്നേൽക്കുന്ന സമയം അവൻ കിടന്ന കിടക്കപ്പായകൾ അവനു വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്. അവൻ നടക്കുന്ന സമയം ചരൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണ്. അവന്റെ ശ്വാസോച്ഛ്വാസം പോലും ദിക്റാണ്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവനു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. റമളാൻ ആകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം തൂബാലി ഉമ്മത്തി മുഹമ്മദ്, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ സന്തോഷങ്ങളുടെ ഭാഗമാവുകയാണ്. അതേ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ വരുമ്പോ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് മുന്നേയുള്ള നബിമാർക്കൊന്നും നൽകാത്ത വലിയ പ്രത്യേകതകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകതകളിൽ നിന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ നദറല്ലാഹു അസ്സ വജല്ല ഇലൈഹിമ. ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, പിറ കണ്ടൂന്ന് നമ്മൾ പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ, ടിവിയിലൂടെ, മൊബൈലിലൂടെ നമ്മൾ അറിയുന്ന ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി വലിയ പ്രത്യേകതയുള്ള രാത്രിയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ രാത്രിയിൽ അല്ലാഹു തആല അവരിലേക്ക് നോക്കുകയാണ്. പരിശുദ്ധമായ റബ്ബിന്റെ നോട്ടം അവരിലേക്ക് നൽകുകയാണ്. റബ്ബിന്റെ നോട്ടം കിട്ടിയാലോ, വമൻ നദറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. മുഅ്മിനീങ്ങളെ, ചിന്തിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ പടച്ചവൻ നമ്മിലേക്കൊരു നോട്ടം നോക്കും. ആ നോട്ടം ഒരുവന് കിട്ടിയാലോ അവന് പിന്നെ അദാബ് ഇല്ല. അല്ലാഹു അവനെ അദാബാക്കുകയില്ല. എല്ലാ അദാബുകളിൽ നിന്നുമുള്ള അംന് കിട്ടുന്ന രാത്രിയാണ് റമളാനിന്റെ ഒന്നാമത്തെ രാവ്. അത്താഴത്തിന് വേണ്ടതെന്താണെന്ന് അന്വേഷിച്ച് പരക്കം പാഞ്ഞ് നേരം കളയേണ്ടതല്ല. ആ രാവിലെ റബ്ബിന്റെ നോട്ടം അങ്ങ് കിട്ടിയാലോ, പുന്നാര നബി തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ, അവനു പിന്നെ അദാബ് ഭയപ്പെടേണ്ടതില്ല. അദാബ് അവനെ തൊടുകയില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പടച്ചവന്റെ അദാബുകൾ വന്നു ഭവിക്കുന്ന നേരത്ത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റുന്ന രാത്രിയാണ്. ആ രാത്രിയിൽ മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫത്ഹ് ഓതണമെന്ന് നമ്മുടെ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫത്ഹ് ഒന്നാമത്തെ രാവിലെ ഓതിയാലോ, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ എന്ന് തുടങ്ങുന്ന അധ്യായം അങ്ങോതിയാലോ, അല്ലാഹു തആല അവന്റെ റിസ്ഖിൽ വിശാലത ചെയ്യുകയാണ്. അവന്റെ ബലഹീനതകളെ മാറ്റിക്കൊടുക്കുകയാണ്. അതുപോലെ അവന്റെ കടം അല്ല മാറ്റിക്കൊടുക്കാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ കടങ്ങൾ വാങ്ങിയവരില്ലേ, EMI മുടങ്ങിയവരില്ലേ, അടവുകൾ മുടങ്ങിയിട്ട് പ്രയാസപ്പെടുന്നവരില്ലേ, പല ആളുകളുടെ മുന്നിലും കടക്കാരായി നിൽക്കേണ്ടി വന്നവരില്ലേ,
അറിയില്ലേ? അറിഞ്ഞോ മുഅ്മിനേ, ഒന്നാമത്തെ രാവ് നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ, അല്ലാഹ് നിങ്ങളുടെ കടമങ്ങ് വീട്ടി തരുന്നതാണ്. പടച്ചവൻ കടം വീടാനുള്ള വഴി തുറന്നു തരുന്നതാണ്. പ്രയാസങ്ങളൊക്കെയും അഭിമുഖീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാവിലെ ഇബാദത്ത് കാരണമാക്കുന്നതാണ്. അപ്പോ ഒന്നാമത്തെ രാവ് മുതൽ നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? പല ആളുകളും ഒന്നാമത്തെ രാത്രി ഗൗനിക്കാറില്ല. പലപ്പോഴും തറാവീഹ് പോലും അന്ന് നിസ്കരിക്കാറില്ല. അരുതേ ചെറുപ്പക്കാരാ, ഒന്നാമത്തെ രാവ് വലിയ ബഹുമാനമുള്ള രാവാണ്. അതിനെ പരിഗണിച്ചോ, അല്ലാഹ് അദാബിലാക്കുകയില്ല. പടച്ചവൻ നമ്മെ ശിക്ഷിക്കുന്ന അവസ്ഥയിലെത്തിക്കുകയില്ല, പരീക്ഷിക്കുകയില്ല. കഴിയുന്നവരൊക്കെ അന്ന് സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ. അല്ലാഹുവിങ്കിൽ നിന്ന് വലിയ സഹായം കിട്ടാനത് കാരണമാണ് മുഅ്മിനേ. നമ്മളൊക്കെയും പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ധാരാളമായി നിർവഹിക്കേണ്ടവരാണ്. 40 ദിവസം കൂടുമ്പോ ഒരു തവണ ഖുർആൻ ഓതി തീർക്കാത്തയാള് നിഫാഖിനെ ഭയപ്പെടണമെന്നാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിഫാഖ് എന്ന് പറഞ്ഞാൽ കൽബിൽ കാപട്യം വരുന്ന അവസ്ഥയാണ്, മുനാഫിഖായി പോകുന്ന അവസ്ഥയാണ്. ആ അവസ്ഥ വലിയ പ്രയാസമുള്ള അവസ്ഥയാണ്. ഓ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, 40 ദിവസം കൂടുമ്പോ ഒരു തവണ ഖുർആൻ ഓതി തീർക്കണേ. ആണും പെണ്ണും അതിൽ പെടും. അതുകൊണ്ടാണ് 30 എന്ന് പറഞ്ഞു വെക്കാഞ്ഞത്. കാരണം പെണ്ണുങ്ങൾക്ക് ചില സാഹചര്യങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഒരു പക്ഷേ 7-8 ദിവസങ്ങളിൽ ഖുർആൻ ഓതാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. അവരെ കൂടി പരിഗണിച്ചാണ് പറഞ്ഞത്. 40 ദിവസം കൂടുമ്പോ ഒരു തവണ ഖുർആൻ ഒന്ന് ഖത്മാക്കണേ. നമ്മൾ എന്തെല്ലാം വായിക്കാറുണ്ട്, ദുനിയാവിൽ നമ്മൾ എന്തെല്ലാം വായിച്ച് രസിക്കാറുണ്ട്. എന്നാൽ ഓതിയാൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഖുർആൻ, അതോതുന്നതിന് തന്നെ എത്ര വലിയ പ്രതിഫലമാണ്. ഒരു മനുഷ്യൻ ദുആ ചെയ്യേണ്ട സമയത്ത് ഖുർആൻ ഓതിപ്പോയി, ദുആ ചെയ്തിട്ടേ ഇല്ല. എന്നാലോ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, ആ നേരത്ത് അല്ലാഹു തആല അവനോട് ചോദിച്ച മനുഷ്യർക്ക് കൊടുക്കുന്നതൊക്കെയും ഖുർആൻ ഓതിയവന് നൽകിപ്പോയി. ഖുർആൻ ഓതിയവന് നൽകിപ്പോയി. ഖുർആൻ ഓതാത്ത വീട്, ഖുർആൻ ഓതാത്ത വീട് ശ്മശാന തുല്യമാണ്. അവിടെ ബറക്കത്തുകളില്ല, റഹ്മത്തുകളില്ല, റാഹത്തുകളില്ല. പരസ്പരം കൽബിൽ ഒരടുപ്പവുമില്ല, സമാധാനമില്ല, പ്രയാസമല്ലാതെയില്ല. നമ്മുടെ വീട്ടിന്റെ വിഷമങ്ങൾ ആലോചിച്ച് നമ്മൾ വേവലാതിപ്പെടില്ലേ? പരിഹാരമുണ്ട്. ഖുർആൻ പാരായണം പരിഹാരമാണ്. ഓദിക്കോ, കൽബിന് വലിയ സലാമത്താണ്, വീട്ടിൽ വലിയ സമാധാനമാണ്. ഖുർആൻ ഓതുന്ന വീട് സമാധാനത്തിന്റെ ഭവനമാണ്. ഖുർആൻ ഓതുന്നവന്റെ ഖബറും സമാധാനത്തിന്റെ ഭവനമാണ്. സമാധാനം അന്വേഷിച്ച് പുറത്തേക്ക് ഓടുന്ന മനുഷ്യരെ, നിങ്ങളുടെ ഭാര്യമാര് ഖുർആൻ ഓതുന്നുണ്ടോ? മക്കള് ഖുർആൻ ഓതുന്നുണ്ടോ? നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടോ? എന്നാൽ അതിന് കിട്ടാവുന്ന പ്രതിഫലം എത്രയോ വലുതാണ്. നമ്മുടെ കുടുംബത്തിൽ പിന്നെ പ്രയാസങ്ങളില്ല. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു. ഉസ്താദെ, വീട്ടിൽ യാതൊരു സന്തോഷവും ഇല്ല. ചില ആളുകൾ പറയും. അള്ളാഹു നമ്മുടെയൊക്കെ വീട്ടിൽ സമാധാനം നൽകുമാറാകട്ടെ. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹു തആലയാണ് and he create between love and mercy എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ആണ് നമുക്കിടയിൽ സ്നേഹവും സമാധാനവും നൽകേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളില്ലാത്ത വീട് സുബ്ഹാനല്ലാഹ് ഒരു സമാധാനം ഉണ്ടാവില്ല. ചില ആളുകൾ പറയും ശൈത്താന്റെ ശല്യം ഇട്ടെന്ന് തോന്നുന്നു. കിട്ടുന്ന സ്ഥലത്തൊക്കെ പോവും, ഉസ്താദുമാരെ കൊണ്ടൊക്കെ ഓദിപ്പിക്കും.
ആലോചിച്ച് നോക്കൂ, വീട്ടിൽ സുബഹി നിസ്കരിക്കൂല, എന്നിട്ട് പറയാണ് വീട്ടിൽ വലിയ പ്രയാസാണ്, ശൈത്താനാണെന്ന് തോന്നുന്നു. ഉമ്മമാരെ, സഹോദരങ്ങളെ അറിയാൻ പറയാണ്, ഉസ്താദേ ജീവിതത്തിലൊരു വിജയമില്ല, ജീവിതത്തിലൊരു വിജയമില്ല, വീട്ടിൽ സമാധാനമില്ല, എന്തോ ശൈത്താന്റെ പണിയാണ്. എടോ, സുബഹി നിസ്കരിക്കാത്ത നിന്നെക്കാൾ വലിയ ശൈത്താനില്ല, ആദ്യം മനസ്സിലാക്കണം. സുബഹി നിസ്കരിക്കാത്ത നിന്നെക്കാൾ വലിയ ശൈത്താനില്ല. സുബഹി നിസ്കരിക്കാതെ ഉറങ്ങുന്ന എന്റെ ഭാര്യയെക്കാളും വലിയ ശൈത്താനില്ല. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ശൈത്താനൊക്കെ. ആദ്യം നിങ്ങളുടെ വീട്ടിലെ നിസ്കാരങ്ങളൊന്ന് ക്രമപ്പെടുത്തി നോക്കൂ. എല്ലാവരും നിസ്കരിക്കുന്ന വീട്, ഉമ്മ നിസ്കരിക്കുന്നു, മക്കൾ നിസ്കരിക്കുന്നു, അവർ ഖുർആൻ ഓതുന്നു, അങ്ങനെ ഒരു വീട് വലിയ സമാധാനത്തിന്റെ വീടാണ്. അടിസ്ഥാനപരമായി നമ്മുടെ വിജയം അവിടെയാണ്. ഹയ്യ അലൽ ഫലാഹ്. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം അതാണ്. എല്ലാരും നിസ്കാരം മുടക്കാം. ഉസ്താദേ പരീക്ഷ എഴുതുന്നുണ്ട്, ജയിക്കുന്നില്ല, പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പലയിടത്തും ഇന്റർവ്യൂ പൊട്ടുന്നുണ്ട്, നിസ്കാരം കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും സുബ്ഹാനല്ലാഹ് നിസ്കാരത്തിന്റെ കാര്യം പ്രശ്നമാണ്. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ കൃത്യമാക്കൂ. ഫദ്കുറൂനി അദ്കുറുക്കും. അപ്പോൾ അല്ലാഹു തആല നിങ്ങളുടെ കാര്യത്തിൽ വേണ്ട തീരുമാനം തരും. അല്ലാഹു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയൊക്കെ ചിന്തിച്ചും ആലോചിച്ചാണ് ജീവിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ പ്രയാസമുള്ളപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതു, അതിലൂടെ പരിഹാരം ഉണ്ടാവും, അതിലൂടെ പ്രയാസങ്ങൾ അല്ലാഹു തആല അകറ്റിത്തരും. ഖുർആനിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അപ്പൊ ചോദിക്കും, ഉസ്താദേ ചില ആളുകള് റമളാനായിട്ട് ചില ആളുകള് സുബ്ഹാനല്ലാഹ് കച്ചവടക്കാരുണ്ട്, റൂട്ടിൽ പോകുന്ന ആളുകളുണ്ട്, റിസപ്ഷനുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കടയുടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്, മറ്റേതെങ്കിലുമൊക്കെ ഫീൽഡിൽ ജോലി നോക്കാൻ പോകുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന എത്ര സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയില്ലേ? സൂറത്തുൽ ഫാത്തിഹ അറിയാവുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ഫാത്തിഹ അറിയാവുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. അപ്പൊ പുറകേക്കുന്ന ആർക്കൊക്കെ അറിയില്ല എന്നൊന്നും ചുമ്മാ വെറുതെ പറയാ. സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ആരുള്ളത്? കൈതാത്തും. സൂറത്തുൽ ഫാത്തിഹ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ഖുർആനിന്റെ മാസമാണെന്ന് പറയുമ്പോൾ, ഖുർആൻ ഓതണമെന്ന് പറയുമ്പോൾ, പരിശുദ്ധ ഖുർആൻ എടുത്ത് എപ്പോഴും ചടങ്ങിരുന്ന് ഓതുന്നത് മാത്രല്ല, അതിന് വേറെ കൂലിയുണ്ട്. നമുക്ക് സൂറത്തുൽ ഫാത്തിഹ അറിയാം. ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഖുർആനിന്റെ 2/3 പാരായണം ചെയ്ത കൂലിയുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിന്റെ 2/3 പാരായണം ചെയ്ത കൂലി കിട്ടുന്ന അധ്യായമാണ് ഉമ്മുൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൂ. നമുക്ക് ആ കൂലി വേണ്ടേ? നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇത്രയും ഓതിയാലേ ഖുർആനിന്റെ 2/3 ഓതിയ കൂലി കിട്ടുമെന്നാണ്. ഇത് ആർക്കാ അറിയാത്തത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, കൗണ്ടറിൽ ഇരിക്കുമ്പോ, കടയിൽ പോകുമ്പോ ഒക്കെ പാരായണം ചെയ്തോ. അല്ലാഹു അതിനൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി മറ്റൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. അറിയുന്ന ആരുണ്ട്? എല്ലാവർക്കും അറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ്. അതറിയാത്ത ആരല്ല? ചെറിയ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വരെ അറിയാം, അല്ലേ? ഉമ്മമാരെ, അടുക്കളയിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സമയത്ത് ഫാത്തിഹ ഓദിക്കോ. അടുക്കളയിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സമയത്ത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഓദിക്കോ. അത് ഒരു തവണ ഓതിയാൽ സുലുസുൽ ഖുർആനാണ്, ഖുർആനിന്റെ 1/3. 3 തവണ ഓതിയാൽ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം മുഴുവനും കിട്ടുന്ന വണ്ണത്തിലുള്ള പ്രതിഫലം കിട്ടാൻ അത് മതിയാകുന്നതാണ്. ഖുർആൻ മൊത്തം ഓതിയ പ്രതിഫലം കിട്ടാൻ പറ്റുന്ന വണ്ണത്തില് പ്രതിഫലം കിട്ടുന്ന അധ്യായമാണ് ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കഴിഞ്ഞ്. എത്ര സെക്കൻഡാ വേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്ക്, എത്ര സെക്കൻഡ് വേണം? ഈ റമളാനിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഫാത്തിഹ ഓതുക. ഇതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ? അത് ഓതിയാൽ തന്നെ എനിക്ക് അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. അതൊക്കെയും നമ്മള്, പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധ മാറിപ്പോകുന്ന കാലാണ്. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, റമളാൻ അല്ലാഹു തആല നമ്മുടെ വയറുകളെ, ഉദരങ്ങളെ നിയന്ത്രിച്ചു. നമ്മുടെ ലൈംഗികമായ ചിന്തകളെ അല്ലാഹു തആല നിയന്ത്രിച്ചു. 2 അവയവങ്ങളെ അല്ലാഹു തആല കെട്ടിത്തന്നു. ബാക്കി ചില അവയവങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണം.
അതിലൊന്നാമത്തെ അവയവം നമ്മുടെ കണ്ണാണ്. കണ്ണ് സൂക്ഷിക്കണേന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ കണ്ണ് ഈമാൻ നഷ്ടപ്പെടുത്തി കളയും ചില കാഴ്ചകൾ. നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമ് കാണല്ലേ. റമദാന്റെ നോമ്പ് വെറും പട്ടിണിയായി മാറിപ്പോകുമോ? കണ്ണുകൊണ്ട് ഹറാമ് കാണുക. പണ്ട് റമദാന്റെ സമയത്ത് സുബ്ഹാനല്ലാഹ് TV ഒക്കെ കട്ട് ചെയ്യും, കേബിളൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും വലിയ ഭവ്യതയിലുണ്ടാവും. ഇന്ന് എല്ലാം കട്ട് ചെയ്താലും ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? മൊബൈൽ ഫോണിൽ ഇങ്ങനെ റീൽസുകൾ ഇങ്ങനെ നീക്കി 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 എത്ര കണ്ടാലും തീരൂല. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, റമദാനിന്റെ രാത്രികളിൽ റീൽസ് കണ്ട് സമയം കളയല്ല. റീൽസുകളിൽ സമയം എത്രയാണ് പോകുന്നത്? ഇൻസ്റ്റഗ്രാമിലെ, ഫേസ്ബുക്കിലെ, യൂട്യൂബിലെ ഷോർട്ട് വീഡിയോകൾക്ക് നിങ്ങൾ സമയം കൊടുത്തുപോയാൽ റമദാൻ നിങ്ങൾക്ക് നഷ്ടമാണ്. എത്രയോ മോശപ്പെട്ട കാഴ്ചകളാണ് അതിൽ പലതും കാണാനുള്ളത്. മുമ്പൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളോ ഇടപാടുകളോ ഒക്കെ മറ്റൊരാൾ കാണരുതെന്നായിരുന്നു ആളുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് അത് ചെയ്തിട്ട് അതെടുത്ത് നെറ്റിലിടുന്ന കാലമാണ്. ഭാര്യയും ഭർത്താവും കൂടെ മണിയറയുടെ ഉള്ളിൽ വരെ മൊബൈൽ ഫോണിന്റെ സ്റ്റാൻഡിങ് ക്യാമറയും വെച്ചിട്ട് പാടുന്നതുമെല്ലാം ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും കാണട്ടെ. ഹയാ നഷ്ടപ്പെട്ടു പോയ കാലം, ലജ്ജ മനുഷ്യനിൽ നിന്നകന്നു പോയ കാലം. എന്തൊക്കെയാണ് നമ്മുടെ മക്കൾ, ചെറിയ മക്കൾ മുതൽ ആലോചിച്ച് നോക്കൂ. വളരെ ചെറിയ മക്കൾ മുതൽ മുതിർന്ന മരിച്ചു കബറിലേക്ക് പോകാനായ ഉപ്പമാര് വരെ കാണുന്ന ഈ റീൽസുകളിൽ എത്രയോ ഹറാമുകൾ, എത്രയോ മോശത്തരങ്ങൾ. ചെറിയ കുട്ടികൾ വരെ കാണുന്നതിൽ എത്രയോ അശ്ലീലങ്ങൾ. ആ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ ചില ആളുകളുണ്ട്. ഞാൻ മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. ഇന്നിപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ട്രോളാൻ ആളുകൾ കാത്തു നിൽക്കുന്ന കാലാണ്. മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഈമാനുള്ള ഉമ്മമാരെ, സഹോദരന്മാരെ, ഭർത്താക്കന്മാരും ഭാര്യമാരും ആടിത്തിമർത്ത് ഇതുപോലെ ലോകം കാണുന്ന തരത്തിൽ റീൽസുകൾ അവതരിപ്പിക്കുന്ന ശൈലി നമുക്ക് അനുയോജ്യമല്ല. വേറെ ചില കുട്ടികളുണ്ട്, ചെറിയ ചെറുപ്പക്കാരുണ്ട്. അവരുടെ പണി എന്താ? നാട്ടിലെ ഉമ്മമാരെയും പ്രായമുള്ള ആളുകളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് റീൽസുകൾ ഉണ്ടാക്കുക. ഏതുവരെ? സ്വന്തം പെറ്റ ഉമ്മ ഞാനൊരു കാര്യം ചെയ്താൽ എങ്ങനെയാണ് അതിന് പ്രതികരിക്കുക, പെറ്റുമ്മയുടെ പ്രതികരണം എന്താണ് എന്ന് വരെ എടുത്തിട്ട് നെറ്റിലിട്ടിട്ട് ആളാകാൻ. ഉമ്മയെ പോലെ തലയിലൂടെ ഒരു ഷാളൊക്കെ ഇട്ടിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മാന്റെ പ്രതികരണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മയെ 10 മാസം ഗർഭം ധരിച്ചു കൊണ്ടു നടന്ന പ്രിയപ്പെട്ട മാതാവിനെ പൊതുസമൂഹത്തിൽ മോശപ്പെടുത്തുന്ന തരത്തിൽ റീൽസുകൾ എടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, മോശമാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ സംഭവമാണ് എന്ന്. പക്ഷേ എത്ര ലജ്ജകരമാണ്. സ്വന്തം ഉമ്മാനെ കുറിച്ച്, സ്വന്തം പ്രിയപ്പെട്ട വീട്ടിലുള്ള പല ആളുകൾ, വാപ്പമാര്, അമ്മാവന്മാര്, സഹോദരങ്ങള്, അവരെയൊക്കെ മോശമായി അവതരിപ്പിക്കുന്ന റീൽസുകൾ നിർമ്മിക്കുന്നവരെ. ഉമ്മാന്റെ വേഷത്തിൽ വരികയാണ്. ഞാൻ ഉമ്മാനോട് ഇത് പറഞ്ഞാൽ ഉമ്മാന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കും. അതെടുത്തിട്ട് നെറ്റിലിട്ടിട്ട് ഉമ്മാനെ പരിഹസിക്കുന്ന മക്കളുടെ കാലം. അത് കണ്ട് ചിരിക്കാൻ കുറെ ആളുകളുള്ള കാലം. ഇന്ന് നോമ്പ് നഷ്ടപ്പെടാൻ അധികമൊന്നും വേണ്ട, അതിന് TV തുറക്കണ്ട. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത്, ആ സമയം നമ്മൾ വല്ലാതെ ആലോചിച്ചാൽ എത്രയോ കാഴ്ചകൾ, നമുക്ക് ഒരു ഉപകാരമില്ലാത്ത കാഴ്ചകൾ. ഏതൊക്കെയോ ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചു. ഒരു മനുഷ്യൻ, ഇറ്റലിക്കാരനായ ഒരു മനുഷ്യൻ, അയാളുടെ പണി എന്താണ്? ലോകത്ത് ആരെങ്കിലും ഒക്കെ ചെയ്ത വീഡിയോ എടുത്തിട്ട് അതിലിങ്ങനെ വെറുതെ നോക്കിയിരിക്കും. അയാൾ ഒരു അക്ഷരം പറയൂല, ഒരു വാക്കുപോലും അയാൾ പറയൂല. അങ്ങനെ നോക്കിയിരിക്കുന്ന ഈ മനുഷ്യനെ കാണുന്നത് മില്യൺ കണക്കിന് ആളുകളാണത്രേ. ആലോചിച്ച് നോക്കൂ. ഒരാൾ ചെയ്ത വീഡിയോ എടുത്തിട്ട്, ഉദാഹരണം എന്റെ പ്രസംഗം നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ അതിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു വീഡിയോ എടുത്ത് നെറ്റിലിട്ടാൽ ഈ മനുഷ്യൻ ഒരു വാക്ക് പോലും പറയുന്നില്ല. പക്ഷെ അയാളെ കാണാൻ മില്യൺ വ്യൂസ് ഉള്ള എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ സമയം ചെലവഴിച്ചിട്ട് ഈ മനുഷ്യന്റെ കോപ്രായം കാണുന്നു. അയാൾക്ക് അതിലൂടെ എത്രയോ വലിയ വരുമാനം കിട്ടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ അവന്റെ സമയം ഉപയോഗപ്പെടുത്തുന്നതിൽ വല്ലാതെ ശ്രദ്ധിക്കണം. പരിശുദ്ധ റമളാനാണ്, കണ്ണുകൾ വല്ലാതെ സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഹറാമുകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് കൂടുതൽ നമ്മുടെ അരികിലേക്ക് വരുന്ന കാലാണ്. ആ കാലത്ത് ചെറുപ്പക്കാരെ നമ്മുടെ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാൻ ഒരു സമയം റമദാനിൽ ഉണ്ടാകണം. അതും ആവശ്യമായത് മാത്രം ഉപയോഗിക്കണം. റമദാൻ നമുക്കിന്ന് വന്നിട്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാണെങ്കിൽ ആ റമദാനിൽ തെറ്റ് ചെയ്തു പോയാൽ പടച്ചവന്റെ മുമ്പിൽ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല മോമിനീങ്ങളെ. ആ റമദാനിനെ നമ്മൾ വല്ലാതെ ചിന്തിക്കണം. രണ്ടാമത് നന്നായി ചിന്തിച്ചിട്ട് ആ റമദാനിൽ അമല് ചെയ്യണം. രണ്ടാമത് നമ്മുടെ കാതുകളെ വല്ലാതെ ശ്രദ്ധിക്കണേ. ഹറാമുകൾ കേൾക്കുന്നതിനെ തൊട്ട് കാതുകളെ നിങ്ങളൊന്ന് കൊത്തിയടക്കണേ. ആ കാതുകളിലൂടെ ഹറാമ് കൽബിലേക്ക് ചെന്നാൽ കൽബ് നാശമാകാൻ വേറെ വഴിയൊന്നുമില്ല. ഇന്ന് ആളുകളെ ഹറാമ് കേൾക്കുക മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ കൂടി കേൾപ്പിക്കും. ഹറാമ് കേൾക്കുക മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ കൂടി കേൾപ്പിക്കും. ചില ആളുകളെയൊക്കെ ഫോൺ വിളിച്ചാൽ റിംഗ് ടോൺ കേൾക്കാം. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലുമൊക്കെ സിനിമയുടെ, ഹിന്ദി സിനിമയുടെ പാട്ടുകൾ, മലയാള സിനിമയുടെ പാട്ടുകൾ. ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു നാട്ടിൽ തന്നെ വയതിനെ വിളിച്ചു. ഞാന് പിന്നീട് ആ ഡേറ്റും സ്ഥലവും ഒക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ തിരിച്ചു വിളിച്ചപ്പോൾ കേൾക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. വയതിന് വിളിച്ച ഉസ്താദ് തിരിച്ചു വിളിക്കുമ്പോ കേൾക്കുന്ന റിംഗ് ടൂൺ ആണ്. മുമ്പൊക്കെ അത് പറയുമ്പോ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, പ്രണാമം. അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന് അതൊക്കെ പോയി. ഉസ്താദ് തിരിച്ചു വിളിക്കുമ്പോൾ കേൾക്കുന്ന എന്താണ്? നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്നാ കേൾക്കുന്നത്. വാപ്പ വിളിച്ചാലും കേൾക്കുന്ന അത് തന്നെയാണ് മോന്റെ ഫോണിൽ. എന്ത്? നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. ഉമ്മ വിളിച്ചാലും കേൾക്കുന്നത് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, മരിച്ചു പോയിട്ടാണ് ആദരാഞ്ജലിയൊക്കെ കൊടുക്കുക. വാപ്പാനെ ഉമ്മാനെയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കൊന്നു കുഴിച്ചു മൂടുന്ന സമ്പ്രദായം. സുബ്ഹാനല്ലാഹ്. ഹറാം നിങ്ങൾ കേട്ടു എന്റെ പൊന്നിടാവേ. എന്തിനാണ് ബാക്കിയുള്ള ആളുകളെ കേൾപ്പിക്കുന്നത്? നിങ്ങൾ കേട്ടതോ കേട്ടു. ഇങ്ങനെ ഹറാമിന്റെ എത്രയോ പാട്ടുകൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. നമ്മൾ എന്താണ് കേൾക്കുന്നത് എന്ന് പറയുന്നത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഒരു ബോധ്യവും ഇല്ലാത്തൊരു കാലമാണ്. ഒരു ബോധ്യമില്ല. ചില കുട്ടികളൊക്കെ സെൽഫി എടുക്കാൻ വേണ്ടി വരും. ഞാൻ എരുമാട് റൂസിൽ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ നെറ്റിൽ കേട്ടിട്ടുണ്ടാവും. ചില കുട്ടികളൊക്കെ യോ യോ എന്നൊക്കെ പറയാറുണ്ട്. യോ യോ. ഈ യോ യോയുടെ അർത്ഥം എന്താണെന്നറിയോ? ആർക്കെങ്കിലും ചെറുപ്പക്കാർക്ക് അറിയോ യോ യോ എന്ന് പറയുന്ന കുട്ടികൾ? എന്താണ് യോ യോയുടെ അർത്ഥം? യോ യോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിന്റെ ഒരർത്ഥം, ഞാനൊരു അൺപ്രഡിക്റ്റബിൾ മാനാണ്. എന്നെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഞാൻ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്തൻ എന്ന് പറയും. കാരണം പ്രതീക്ഷിക്കുന്നതല്ല അവൻ ചെയ്യുക, പ്രതീക്ഷിക്കാത്തതാണ്. ഞാനൊരു ഭ്രാന്തനാണ്. യോ യോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടികൾ പറയും. ചില കുട്ടികൾ സുബ്ഹാനല്ലാഹ്, വാപ്പ പെരുന്നാൾ, ഇപ്പൊ റമദാനാണല്ലോ നമ്മൾ പറഞ്ഞത്, പെരുന്നാളിന് നല്ല പാന്റ് വാങ്ങി കൊടുത്താൽ അത് ഇഷ്ടപ്പെടൂല. നല്ല ഒരു തുണിക്ക് പാന്റ് വാങ്ങി കൊടുത്താൽ ഇഷ്ടപ്പെടൂല. അതേ വാപ്പ തന്നെ ആ പാന്റ് റൂമിലേക്ക് കൊണ്ടുപോയി വല്ല സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് അയൺ ബോക്സ് കൊണ്ടൊന്ന് പിടിച്ച് അതിന്റെ നൂലൊക്കെ ഒന്ന് വിട്ട് അതിന്റെ കളറൊക്കെ തേച്ചിട്ട് കൊടുത്താൽ മകൻ പറയും ഇതാണ് ലേറ്റസ്റ്റ് ഫാഷൻ. പണ്ടൊക്കെ നമ്മൾ കീറിയ പാന്റ് ആസാമിന്ന് വെള്ളപ്പൊക്കം വന്നവർക്കാ കൊടുത്തത്. ഇന്ന് കീറിയ പാന്റ് കൊടുക്കല്ലേ വാപ്പ, അത് ഇടാൻ ഇവിടെ ആളുണ്ട് എന്നാണ് മക്കൾ പറയുന്നത്. അത് കൊടുക്കല്ലേ എന്ന് പറയും. സഹോദരിമാര് ചില ആളുകൾ, സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ലോകം മനസ്സിലാക്കണം. ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും അടിവസ്ത്രമായി ഉപയോഗിക്കുന്ന ലെഗിൻസ് ഇട്ടിട്ട് നമ്മുടെ തെരുവോരങ്ങളിലൂടെ നമ്മളുടെ ഉമ്മമാര്, ഭാര്യമാര്, മക്കളൊക്കെ നടക്കുക. ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും അവരത് മുണ്ടിന്റെ അടിയിലിടുക. ആ സാധനം പരസ്യമായിട്ടിട്ട് എന്തോ ഫാഷനാണെന്ന് കരുതിയിട്ട് അത് വിട്ടിട്ട് തെരുവോരങ്ങളിലൂടെ നടക്കുന്ന ഭാര്യമാരും ഉമ്മമാരും. ലജ്ജയുള്ള ചെറുപ്പക്കാരോ വാപ്പമാരോ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങൾ ഈ വാങ്ങിക്കൊടുത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനം പല രാജ്യങ്ങളിലും അടിവസ്ത്രമായി ഉപയോഗിക്കുന്നതാണ്. ഒരു ലജ്ജയില്ല. ഒരു ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ പൊക്കിയപ്പോ ഉടുപ്പ് കയറിയിട്ട് ഇവിടെ വന്നു. ഉടുപ്പ് ഇങ്ങനെ കയറി മേലെ വന്നു. അപ്പോഴോ ഇന്നറിന്റെ അടിയിലിട്ടിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ നിറം ഇങ്ങനെ കാണാണ് പുറത്ത്. അതിന്റെ ബ്രാൻഡ് ഇങ്ങനെ കാണാം. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ അറിയാൻ വേണ്ടി പറയട്ടെ. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി, നമ്മളിങ്ങനെ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമല്ലോ, അപ്പൊ ഇങ്ങനെ കൈയൊക്കെ പൊക്കിയിട്ടാണ് ഇങ്ങനെ പോവാ. ഇവിടെ അങ്ങനെയുള്ള ചെറുപ്പക്കാരൊന്നുമില്ല. എല്ലാവരും ദുൽഫിക്കാറിന്റെ നല്ല ഉജ്ജ്വലമായ പ്രവർത്തകരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നല്ലൊരു വേഷം ധരിച്ചൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിരുന്നു. ഇവിടുത്തെ പ്രവാസികാര്യ സെക്രട്ടറി ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലുള്ള വസ്ത്രമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കാണാൻ. അയാളെ പേരെന്താ പറഞ്ഞത്? നിയാസ്. നിയാസ് ഇവിടെ എവിടെ ഉണ്ടോ? പോകുന്ന സമയത്ത് കുറച്ച് ഗൂഗിൾ പേ ചെയ്തോണം കേട്ടോ, പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൈ ഇങ്ങനെ പൊക്കിയിട്ട്
കൈ ഇങ്ങനെ പൊക്കിയിട്ട് ബൈക്കിൽ പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടികൾ കാണാൻ വേണ്ടിയാണത്രേ അടിവസ്ത്രത്തിന്റെ ബ്രാൻഡ് പുറത്ത് കാണുന്നത്. എന്തിനാ കാര്യം? ആ പെൺകുട്ടിക്ക് തോന്നണം ഇവൻ അടിയിലിട്ടേക്കുന്നത് തന്നെ 1000 റുപ്യന്റെ സാധനമാണ്, ഇവന്റെ കയ്യിൽ പൈസ ഉണ്ട്. അങ്ങനെ ഇവൻ അടിയിലിട്ടേക്കുന്നത് വരെ 1000-ന്റെയും 2000-ന്റെയും 800-ന്റെ ഒക്കെ സാധനമാണ്, ഇവന്റെ കയ്യിൽ പൈസ ഉള്ളവനാണ്. ഇവൻ ഇങ്ങനെ പോവാണല്ലോ, അപ്പൊ ഈ ബ്രാൻഡ് ഇങ്ങനെ കാണണം. ഞാൻ എൻ്റെ പൊന്നു പെൺകുട്ടികളോട്, സഹോദരിമാരോട് പറയുന്നു, അതൊന്നും കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരുടെ കുഴിയിലും വീടരുത്. ഈ എലാസ്റ്റിക് മാത്രം 30-നും 40-നും വാങ്ങുന്ന ടീം വേറെ ഉണ്ട്. അത് മാത്രം പാൻറ്റിന്റെ മേലെ ഇട്ടുകൊണ്ട് നടക്കുന്ന ബിരുദന്മാർ, ആൺപിള്ളേര്, നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ ഇന്ന് മുസ്ലിം പെൺകുട്ടികളുടെ ചില ആളുകളുടെ ഒക്കെ കാലുകളിൽ കറുത്ത ചരട്. പാപ്പമാർക്ക് പാദസരം വാങ്ങി കൊടുക്കണ്ട, പകരം ഒരു കറുത്ത ചരട് വാങ്ങി കൊടുത്താൽ മതി. പള്ളിയിൽ ഉസ്താദിനെ കൊണ്ട് ഓദിപ്പിച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. എന്തിനാന്ന് ചോദിച്ചാൽ പറയും നെഗറ്റീവ് എനർജി ബാധിക്കാതിരിക്കാനാണ്. ആലോചിച്ച് നോക്കൂ, ഇത് ആരുടെ സംസ്കാരമാണ്? മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല, ഇതര മത സുഹൃത്തുക്കളുടെ സംസ്കാരങ്ങളിൽപ്പെട്ടത്. ചില സ്ഥലങ്ങളിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നെഗറ്റീവ് എനർജി അടിക്കാതിരിക്കാൻ നർത്തകിമാരായ സാമൂഹിക രംഗങ്ങളിൽ ഇടപെടുന്ന ആളുകളൊക്കെ കാലിൽ ഒരു കറുത്ത ചരട് കെട്ടുന്ന ശൈലിയുണ്ട്. ചില രാജ്യങ്ങളിൽ അത് സൂചിപ്പിക്കുന്നത് മോശം പെണ്ണുങ്ങളെയാണ്. ഇതൊന്നും അറിയാതെ കാലിൽ ഒരു 2 പാദസര ഊരി മാറ്റിവെച്ചു, ഒരു കറുത്ത ചരട് മാത്രം കാലിൽ ചുറ്റി നടക്കുന്ന സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി പറഞ്ഞാണ്. ചില ആളുകൾ വിചാരിക്കും ഇതൊക്കെ വലിയ ഫാഷനാണെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അല്ല. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ നമ്മെ വല്ലാതെ കളിയാക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ പ്രസംഗത്തിന് വരുമ്പോൾ പലപ്പോഴും നമ്മൾ അറബ് നാടുകളിലൊക്കെ പോയാൽ തിരിച്ചു വരുമ്പോൾ അത്തർ കൊണ്ടുവരണമെന്ന് പറയും. ഉംറയ്ക്ക് പോയാൽ തിരിച്ചു വരുമ്പോൾ സംസം വെള്ളം കൊണ്ടുവരണമെന്ന് പറയും. അതുപോലെ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്. കാസർഗോഡ് ജില്ലയിൽ വയലിന് വന്നാൽ, ഞാനിവിടെ ബോവിക്കാനത്ത് വന്നപ്പോഴും പറഞ്ഞിരുന്നു, ഉസ്താദെ വെളുത്തിട്ട് പാറുന്ന ഒരു ക്രീം കൊണ്ടുവരണേ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഈ സാധനമൊക്കെ ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ തേച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വളരെ കെമിക്കലായ നമ്മുടെ മുഖത്തിന്റെ മൃദുവായ സ്ഥലങ്ങളിൽ നമ്മുടെ നരമ്പുകൾ പോലും തെളിഞ്ഞു കാണുന്ന തരത്തിൽ 1-2 ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു മാറ്റമൊക്കെ വന്നേക്കാം. പക്ഷേ അതിമാരകമായ ചർമ്മ ക്യാൻസർ വരെ വരാൻ സാധ്യതയുള്ള, സ്കിൻ ക്യാൻസറിന് വരെ കാരണമാകുന്ന മൂലകങ്ങൾ അടങ്ങിയ ഇത്തരം മരുന്നുകൾ വാങ്ങിയിട്ട് അവിടെയും ഇവിടെയും പുരട്ടരുത്. മുഖത്ത് വരട്ടിയിട്ടല്ല മുഖം വെളുപ്പിക്കേണ്ടത്. മുഖം വെളുക്കുന്നതിൽ എന്തിരിക്കുന്നു? മനസ്സിനാണ് മനുഷ്യന്റെ സന്തോഷമുള്ളത്. അങ്ങനെയല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മുഖം വെളുത്ത മനുഷ്യനല്ല. മാർട്ടിൻ ലൂതർ കിങ്, ഐ ഹാവ് എ ഡ്രീം. മാർട്ടിൻ ലൂതർ കിങ് മുഖം വെളുത്ത മനുഷ്യനല്ല. ഒരു പീഡയുറുമ്പിനു പോലും വരുത്തരുതേ എന്നുള്ള അനുകമ്പയും സദാ കരുണാകര. ശ്രീനാരായണ ഗുരു വെളുത്തു തുടുത്ത മനുഷ്യനല്ല. വെളുത്തിട്ട് പാറുക എന്നൊക്കെ പറയുന്നത് ഒരു സമയം വരെ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരല്പസമയത്തെ നമ്മുടെ മുഖത്തിന്റെ മൊഞ്ചിനു വേണ്ടി കാലാകാലം ഖേദിക്കേണ്ടി വരുന്ന ഇത്തരം ക്രീമുകൾ, അപകടകരമായ ക്രീമുകൾ മുഖത്ത് വാങ്ങി തേക്കരുതേ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും അതിൽ ചിലവഴിച്ചു കളയരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നതുകൊണ്ട് അത്രയും ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കാതുകൾ വല്ലാതെ സൂക്ഷിക്കണം. നമ്മൾ ഹറാമ് കേൾക്കുന്നത് പോലെ നമ്മൾ കാരണം ഒരാൾ ഹറാമ് കേൾക്കരുത്. നമ്മൾ ഹറാമ് കേട്ടു, ആ ഹറാമ് കേട്ടാൽ നമ്മുടെ കൽബുകൾ അതുമൂലം തകർന്നു പോകാൻ, അതിലേക്ക് നിഫാഖ് വന്നു പോകാൻ, അതിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ മങ്ങിപ്പോകാൻ അത് കാരണമാണ്. അപ്പൊ കാതുകൾ നല്ലതുപോലെ സൂക്ഷിക്കണം, കൽബ് നല്ലതുപോലെ സൂക്ഷിക്കണം. ആ ഹൃദയം അതേ ശഅബാനായാൽ മഹാന്മാര് പറയും, നിങ്ങളുടെ കൽബ് ത്വഹിറൂ ഖുലൂബക്കും, കൽബൊന്ന് സൂക്ഷിക്കണേ, അതൊന്ന് ശുദ്ധിയാക്കണേ. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഇബാദത്തിന് നിൽക്കുന്ന സമയത്ത് അള്ളാഹു തആല നോക്കുന്നത് അവന്റെ കർമ്മങ്ങൾ മാത്രമല്ല. മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, നമ്മളൊക്കെ ഇശാ നിസ്കരിച്ച പലരും ഉണ്ടാവും. അള്ളാഹു തആല പരിഗണിക്കുന്നത് ഇശാഇന്റെ നിയ്യത്ത് മാത്രമല്ല, റുക്കൂ ശരിയായോ എന്ന് മാത്രമല്ല, സുജൂദ് ശരിയായോ എന്ന് മാത്രമല്ല, മലക്കുകളെ അവന്റെ കൽബിൽ എവിടെയെങ്കിലും ന്യൂനതയുണ്ടോ, ഒരാളോട് പകയുണ്ടോ, അസൂയയുണ്ടോ, കുശുമ്പുണ്ടോ, മറ്റാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, എന്നാൽ അവന്റെ അമല് വേണ്ട. ആളുകളോടൊക്കെ പിണങ്ങിയിരിക്കുകയാണ്. 10,000 റുപ്യ എടുത്തിട്ട് കൊടുത്തു, സദഖ ചെയ്തു.
സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിചാരം വേണ്ട. ആളുകൾ പലരോടും നിങ്ങൾ വല്ലാത്ത പണക്കത്തിലാണ്, എന്നിട്ട് വന്ന് 100 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ട് റബ്ബ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. റമദാൻ വരുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞവസാനിപ്പിക്കണം. റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോ എൻ്റെ കൽബിൽ ഒരാളോടും അസൂയയില്ല, കുശുമ്പില്ല, ഒരാളോടും പകയില്ല, ഒരാളോടും വിദ്വേഷമില്ല. ആ നോമ്പ് റബ്ബിന് ഇഷ്ടമാണ്. അല്ലാത്ത നോമ്പ് പട്ടിണി മാത്രമാണ്. ഒരാളെയും വേദനിപ്പിക്കേണ്ടതില്ല, ഒരാളെയും വെറുക്കേണ്ടതില്ല. നമ്മുടെ നാവ് കൊണ്ടൊരാളെയും മോശം പറയേണ്ടതില്ല, ഗീബത്ത് പറയേണ്ടതില്ല, നമീമത്ത് പറയേണ്ടതില്ല, മോശത്തരങ്ങളിലേക്ക് നാവ് ചലിപ്പിക്കേണ്ടതില്ല. മോമിനീങ്ങളെ, ഖൽബിൽ ഒരാളോടും ഇതുപോലെയുള്ള യാതൊരു ചിന്തയും വേണ്ട. എന്നെ അങ്ങനെ ചെയ്ത ആളാണ്, എന്നെ ആക്ഷേപിച്ച ആളാണ്, എൻ്റെ എതിർ പാർട്ടിക്കാരനാണ്, എന്നോട് മോശം പറഞ്ഞ ആളാണ്. ചിന്തിക്കുമോ സ്വന്തം കൊച്ചാപ്പയെ കൊന്നിട്ട് കരള് ചവച്ചു തുപ്പിയ പെണ്ണ് റസൂലുള്ളാന്റെ മുമ്പിൽ വരുമ്പോ പറഞ്ഞു, മാപ്പു തരുകയാണ്, നിങ്ങളോട് പ്രതികാരമില്ല. സ്വന്തം വാപ്പയുടെ അനുജനെ കൊന്നിട്ട് സ്വന്തം പ്രിയപ്പെട്ട ഹംസത്തുൽ കറാർ തങ്ങളുടെ കരള് ചവച്ചു തുപ്പിയ പെണ്ണിനോട് മാപ്പു തരുകയാണെന്ന് പറഞ്ഞ നേതാവ്, ആ ഹംസത്തുൽ കറാർ തങ്ങളെ കൊന്ന വഹ്ശിയോട് മാപ്പു തരുകയാണെന്ന് പറഞ്ഞ നേതാവ്, നാട്ടിൽ നിന്നാട്ടി ഓടിക്കാൻ മുന്നിൽ നിന്നവരോട് മാപ്പു തരുകയാണെന്ന് പറഞ്ഞ നേതാവ്, അറിയുമോ, യുദ്ധക്കളങ്ങളിലേക്ക് കൊല്ലാൻ വെറി പിടിച്ചു വന്നവരോട് ഒരു പ്രതികാരവുമില്ലെന്ന് പറഞ്ഞ നേതാവ്, ആ നേതാവിൻ്റെ അനുയായികളല്ലേ നമ്മള്? ആ നേതാവല്ലേ നമ്മുടെ മുന്നില് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൊച്ചാപ്പയെ കൊന്നാരും ഈ കൂട്ടത്തിലില്ല, അവരുടെ കരള് ചവച്ചു തുപ്പിയവരില്ല, ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരില്ല, സത്യം പറഞ്ഞപ്പോ കൂക്കി വിളിച്ചവരില്ല, കല്ലെറിഞ്ഞവരില്ല, വീട് വിട്ടിറങ്ങാൻ കാരണമായവരില്ല, കൊല്ലാൻ വാളുമേന്തി വന്നവരില്ല, യുദ്ധക്കളത്തിൽ അനുയായികളെ കൊന്നവരില്ല. അല്ല, അത്ര വലിയ ചെയ്തവരോട് മാപ്പ് കൊടുത്ത നേതാവിൻ്റെ അനുയായികളെ മാപ്പ് നൽകുമോ? എല്ലാവരോടും അങ്ങ് പൊരുത്തപ്പെടുമോ? എന്നാൽ റബ്ബ് നിങ്ങളെ പൊരുത്തപ്പെട്ടുപോയി, അള്ളാഹു നിങ്ങളെ ഏറ്റെടുത്തുപോയി, പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടുപോയി. അല്ലാ, ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്, നീ എനിക്കൊന്ന് പുറത്തു തരുമോ? ചോദിക്കാൻ നമുക്കൊരു കാരണമായി പോയി. ഇതുപോലെ നമ്മുടെ ഖൽബൊന്ന് ശുദ്ധീകരിക്കുമോ? നാവ് കൊണ്ട് മോശം പറയല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിയില് ഒരാൾ വിളിക്കുകയാണ്, അസ്സലാമു അലൈക യാ ഖലീഫത റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ ഖലീഫയ്ക്ക് സലാം. മറുപടിയില്ല. അതെ, ആ മനുഷ്യൻ വിചാരിച്ചു പോയി, എന്തേ എനിക്ക് മറുപടി പറയാഞ്ഞത്? അപ്പോഴാണ് ഖലീഫ തിരിഞ്ഞു നിൽക്കുന്നത്. ഒന്നു നിൽക്കുമോ? ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വായയിൽ ചരൽ കല്ലുകൾ കിടന്നതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയാൻ കഴിയാതെ പോയത്. ഞാൻ എന്തിനാണ് വായയിൽ ചരൽ കല്ല് വെച്ചതെന്നറിയോ? അള്ളാഹുവിനെ മറന്നു പോകുന്ന തരത്തില്, പരിധി വിടുന്ന തരത്തില് സംസാരം വരാതിരിക്കാൻ. ആരാണ് പറയുന്നയാൾ? റസൂലുള്ളാഹിന്റെ കൂടെ നടന്നവർ, ഹബീബായ തങ്ങൾക്ക് ഉറങ്ങാൻ മടിത്തട്ടൊരുക്കിയവർ, സ്വർഗത്തിലേക്ക് നബി തങ്ങൾ പോകുമ്പോ പിന്നാലെ കയറുന്നയാൾ, തുല്യമായ
തുല്യമായൊരു മനുഷ്യനും ചരിത്രത്തിലില്ല. അങ്ങനെയുള്ള നേതാവല്ലേ സിദ്ദീഖ് തങ്ങള്. മഹാനവറുകൾ പറയുകയാണ്, എനിക്ക് നാവ് പേടിയാണ്. ചില ആളുകൾ നരകത്തിലേക്ക് വീഴുന്നത് നാവ് കുത്തിയിട്ടാണ്. അവരുടെ നോമ്പും നിസ്കാരവും ഒക്കെ നഷ്ടപ്പെടുന്നത് നാവിലൂടെയാണ്. മുഖം കുത്തി ചിലര് നരകത്തിലേക്ക് വീഴും, അതവരുടെ നാവ് കാരണമാണ്. നമ്മുടെ സംസാരം വല്ലാതെ ശ്രദ്ധിക്കണേ. പരിധി വിട്ടുകൂടാ. ഗീബത്ത് പറഞ്ഞുകൂടാ, നമീമത്ത് പറഞ്ഞുകൂടാ, തെറി പറഞ്ഞുകൂടാ, അസഭ്യം പറഞ്ഞുകൂടാ, അശ്ലീലം പറഞ്ഞുകൂടാ, മോശം പറഞ്ഞുകൂടാ. മോമിനെ വല്ലാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യേണ്ട മാസം, നമ്മുടെ കൈകാലുകളെ കൺട്രോൾ ചെയ്യേണ്ട മാസം. റമളാനാകുന്നതിന് മുമ്പ് നമ്മുടെ അരികിലുള്ള പാവങ്ങൾക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി നൽകുമോ? വലിയ ഇബാദത്താണത്. മഹല്ല് നിവാസികളെ, അടുത്ത വീട്ടിൽ നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കണേ. ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടോന്ന് നോക്കണേ. കഴിഞ്ഞ റമദാനില് ഒരു വീട്ടില് നോമ്പ് തുറക്കാൻ ചെന്നപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നോമ്പ് തുറ കഴിഞ്ഞ് ദ്വാരക്കുമ്പോ ഒരാൾ എൻ്റെ അരികിൽ വന്നു, എൻ്റെ വീട്ടിലൊന്ന് വരുമോ? ഞാൻ അയാളുടെ കൂടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു പ്ലാസ്റ്റിക് ചെയറല്ലാതെ വേറൊന്നുമില്ല. അതേ, 2 പെൺകുട്ടികളെ മുന്നിലേക്ക് നീക്കി നിർത്തിയിട്ട് അയാൾ എന്നോട് പറയാണ്, ഉസ്താദേ, ഞാൻ പള്ളിയിൽ വന്ന് നോമ്പ് തുറക്കാറുണ്ട്, എൻ്റെ മക്കൾക്ക് ഈത്തപ്പഴം കിട്ടാറില്ല നോമ്പ് തുറക്കാൻ. ഞാൻ ഉസ്താദിനെ ഒന്ന് രഹസ്യമായി വിളിച്ചത്, ആരെങ്കിലും സക്കാത്തിന്റെ പൈസ തന്നേൽപ്പിച്ചിട്ട് അർഹതപ്പെട്ടവന് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് തരുമോ? എൻ്റെ പൊന്നോമന മക്കൾക്ക് ഈത്തപ്പഴം വാങ്ങിക്കൊടുത്തു നോമ്പ് തുറപ്പിക്കണമെന്നുണ്ട്. ആ മനുഷ്യനെ കണ്ടാൽ അതൊന്നും പറയൂല. നല്ല ടിപ്പായി നടക്കുന്ന ആളാണ്. പള്ളിയിലൊക്കെ വന്നാൽ നല്ല ആഢ്യത്വമുള്ള ശരീര സ്വഭാവമുള്ളയാളാണ്, നല്ല വസ്ത്രം ധരിക്കുന്നയാളാണ്. പക്ഷേ വീട്ടിലെ അവസ്ഥ വലിയ പരിതാപകരമാണ്. മോമിനീങ്ങളെ, നമ്മുടെ നാട്ടിലും ഇതുപോലെ പലരും ഉണ്ടാകും. ചോദിക്കാൻ മടിയുള്ളവരുണ്ടാകും. അറിഞ്ഞു നമ്മൾ ചെയ്യണേ. ഭക്ഷണം വാങ്ങി നൽകണേ, നോമ്പ് തുറക്കുള്ളത് നൽകണേ. അള്ള എല്ലാ പാപങ്ങളും പുറത്തു തരും എന്ന് മാത്രല്ല, നരകമോചനത്തിനത് കാരണമാണ്. നരകമോചനത്തിനത് കാരണമാണ്. അത് കേട്ടപ്പോ ഫഖീറുമാരായ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ എന്ത് ചെയ്യും നബിയേ? അവിടുന്ന് പറഞ്ഞു, ഒരിറക്ക് പാല് കൊണ്ടെങ്കിലും ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊണ്ടെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിക്കുമോ? എന്നാൽ ഈ പ്രതിഫലം നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ നാടുകളിൽ അത് വല്ലാതെ ആവശ്യമുള്ള സമയമാണ്. പല വീടുകളിലും ഭക്ഷണമില്ലാത്ത നേരമാണ്. ശ്രദ്ധിക്കണേ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഭവ സമൃദ്ധമായ നോമ്പ് തുറകൾ ഉണ്ടാകില്ലേ? നമ്മൾ ഭക്ഷണം വെച്ചിട്ട് വല്ലാതെ ആഡംബരം കാണിക്കാറില്ലേ? നമ്മുടെ വീടുകളിലൊക്കെ എത്രയാണ് വിഭവങ്ങളുള്ളത്. ഉമ്മമാരെ, റമളാൻ ഒരു കുക്കറി ഷോയുടെ മാസമല്ല. യൂട്യൂബിൽ കാണുന്നതൊക്കെ പരീക്ഷിക്കാനുള്ളതല്ല, ആവശ്യത്തിനുണ്ടാക്കണേ. നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള മനുഷ്യരുണ്ട്. അസാമിലും ത്രിപുരയിലും ബംഗാളിലും ബീഹാറിലും ഡൽഹിയിലും ഒക്കെയുള്ള പാവങ്ങളുണ്ട്. നമ്മളെപ്പോലെ പാവങ്ങളായ മോമിനിങ്ങളായ നോമ്പെടുക്കുന്നവരുണ്ട്. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അറിയുമോ, കാസർഗോഡ് ജില്ലയിലെ മോമിനിങ്ങളെ, ഡൽഹിയിലെ റോഹിംഗ്യക്കാരുടെ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇറങ്ങാണ്. എന്നിട്ട് ഡൽഹിയിലെ തെരുവോരങ്ങളിലെ കച്ചവടക്കാരുടെ അരികിൽ ചെല്ലും. നിങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കച്ചവടം ചെയ്യാൻ കൊള്ളാത്തതുണ്ടാകില്ലേ? പുഴുവരിച്ച തക്കാളി ഉണ്ടാകില്ലേ? പുഴുവെടുത്തു പോയ മറ്റേതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ടാകില്ലേ? വലിച്ചെറിയാൻ വെച്ചിരിക്കുന്നതില്ലേ? കുപ്പയിൽ തട്ടാൻ വെച്ചിരിക്കുന്നതില്ലേ?
അരുതേ, നിങ്ങളതെല്ലാം ഒന്ന് മാറ്റിവെക്കുമോ? പുഴുവെടുത്ത ആപ്പിളും മുന്തിരിയും കൊള്ളാത്ത തരത്തിലുള്ള മുസമ്പിയും വത്തക്കയുമെല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ വത്തക്ക പൊളിക്കുമ്പോൾ പുഴുവെടുത്താൽ നമ്മൾ കഴിക്കാറില്ല. പുഴു തിന്നുപോയ വത്തക്കയുടെ കഷ്ണങ്ങൾ പറക്കിയിട്ട് റോഹിംഗ്യൻ ക്യാമ്പിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹു അക്ബർ എന്ന് നോമ്പ് തുറക്കുന്നതിൻ്റെ വിളിയാളം കേൾക്കുമ്പോൾ ഭക്ഷണമായി ഉപയോഗിക്കാൻ, അളിഞ്ഞ തക്കാളി ഉപയോഗിച്ച് കറി വെച്ച് കഴിക്കാൻ, മോശപ്പെട്ട ഫ്രൂട്ട്സുകൾ അവരുടെ മക്കൾക്ക് വീതിച്ചു നൽകാൻ. ചിന്തിക്കണേ മുഅ്മിനേ, എൻ്റെയും നിങ്ങളുടെയും നാടുകളിൽ നമ്മൾ കാണിക്കുന്ന ആഡംബരങ്ങൾ എത്രയാണ്. ആഡംബരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഓർക്കണേ, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് ആള് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉപ്പാപ്പമാര് ബർമ്മയിൽ പോയിട്ടുണ്ട്. ആ ബർമ്മയുടെ പേരാണ് മ്യാൻമർ. അവിടുത്തെ പുതിയ തലമുറ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തുണ്ട്, ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനത്തുണ്ട്, എത്രയോ രാജ്യങ്ങളിൽ അവരുണ്ട്. കഴിക്കാൻ മതിയായ ഭക്ഷണമില്ല, ഒന്ന് കീറി കഴിക്കാനൊരു റൊട്ടിയില്ല. മോമിനീങ്ങളെ, ഒരു റൊട്ടിയുടെ പകുതി എടുത്തിട്ട് നോമ്പ് തുറന്നിട്ട് ബാക്കി ഒരു റൊട്ടിയുടെ താഴം കഴിക്കുന്ന എത്രയോ ക്യാമ്പുകളുണ്ട്, അറിയുമോ? നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഫ്രൂട്ട്സുകളൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യരുണ്ട്, വിഭവങ്ങൾ അനുഭവിക്കാത്ത ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്തെ കോടാനകോടി മുസ്ലിമീങ്ങളുണ്ട്. അവരെ മറന്നുപോകല്ല. അവര് പലരും ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടേ ഇല്ല. എന്റെയും നിങ്ങളുടെയും വീട്ടിൽ എത്രയോ ദിവസം ബിരിയാണി ആഴ്ചയിലുണ്ട്. കുഴിമന്തി വെക്കാറുണ്ട്, അൽഫാം ചുടാറുണ്ട്. പക്ഷേ പേരുപോലും അറിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഗല്ലികളിൽ ഉറങ്ങുന്ന ഉത്തരേന്ത്യയിലെ 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്കിതൊന്നും കഴിക്കാൻ കിട്ടാറില്ല. അതുകൊണ്ട് നോമ്പ് തുറ ആഡംബരമാക്കണ്ട, അല്ലാഹനെ മറക്കണ്ട. നമുക്ക് കിട്ടിയ നിഅമത്തുകളിൽ ശുക്ർ ചെയ്തോ, അല്ലാഹുവിന് നന്ദി പറഞ്ഞോ. വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ ആഭ്യന്തര കലാപം നടക്കുന്ന നേരത്ത് റാബിത്തയിലേക്ക് ഒരു കത്ത് വന്നു. കത്തെന്താണെന്നറിയോ? അല്ലയോ മുഫ്തിമാരെ, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് ഭക്ഷണമൊന്നും കിട്ടാനില്ല. ഇന്ന് സിറിയയുടെ തെരുവോരങ്ങളിൽ അധികമുള്ളത് നായയാണ്. നായയെ അറുത്തു ഭക്ഷിക്കാൻ അനുമതി തരുമോ? നായയെ തിന്നാൻ ഞങ്ങൾക്ക് അനുമതി തരുമോ? തൊട്ടാൽ 7 വെള്ളം കൊണ്ട് കഴുകണമെന്ന് പഠിപ്പിക്കുന്ന നായയെ വല്ലാത്ത വിശപ്പിന്റെ കാലത്ത് നായയെ തിന്നാൻ അനുമതി തരുമോ? ഏത് സിറിയയാണ്? റസൂലുള്ളാഹിന്റെ കാലത്തെ വ്യാപാര കേന്ദ്രമായ ഡമാസ്കസ് തകർന്നു പോയതല്ലയോ? തുർക്കിയിലെ മക്കള് പച്ചിലകൾ തിന്നുന്നില്ലയോ? ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, ഇതൊക്കെയും നമ്മുടെ ഖൽബിൽ ഈ റമളാനിൽ വേണം. അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. നമുക്ക് കിട്ടിയ നിഅമത്തൊക്കെ നീങ്ങിപ്പോകാതിരിക്കാൻ. അവർക്ക് വന്ന ഭൂകമ്പം ഇവിടെ വന്നുകൂടായികയില്ല, അവിടെ നടന്ന കലാപം ഇവിടെ നടന്നുകൂടായികയില്ല, പ്രയാസങ്ങൾ വന്നുകൂടായികയില്ല. റബ്ബിനോട് കരഞ്ഞു പറയണം, മോമിനീങ്ങളെ, മോമിനീങ്ങളെ, റമളാനിനെ ബഹുമാനിക്കണേ. അതിൻ്റെ ഒരു സമയവും പാഴാക്കല്ലേ, അതിൻ്റെ ഒരു നിമിഷവും വെറുതെ കളയല്ലേ. ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. ആണുങ്ങളൊക്കെ ഒന്നെഴുന്നേറ്റു നിൽക്കുമോ? ദൂരെയുള്ളവരൊക്കെ ഒന്നടുത്തേക്ക് വരുമോ? അതാ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷകളില്ലേ? ആ പ്രതീക്ഷകളുടെ വർത്തമാനം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്.
അതേ മോമിനീങ്ങളെ, കൽബറിഞ്ഞു മനസ്സിലാക്കിക്കോ, നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയുടെ ലോകം എവിടെയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ ചോദിക്കുന്നില്ലേ, അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നമുക്കിത് പറഞ്ഞൊന്നിച്ച് ദുആ ചെയ്ത് പിരിയണം. ദുൽഫുഖാറിന്റെ ഈ മനോഹരമായ വേദി അവസാനിക്കുമ്പോൾ റബ്ബിലേക്ക് കരഞ്ഞു ദുആ ചെയ്ത് നമ്മൾക്ക് യാത്ര പറയണം. ഒന്ന് അടുത്തേക്ക് നിൽക്കുമോ? എന്റെയും നിങ്ങളുടെയും പ്രതീക്ഷയുടെ അവസാനം എവിടെയാണ്? പാപം ചെയ്ത മനുഷ്യരുണ്ടെങ്കിലും തെറ്റു ചെയ്ത ആളുകളുണ്ടെങ്കിലും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരാളില്ലയോ? അതാരാണ്? എന്റെയും നിങ്ങളുടെയും കൽബിന്റെ കുളിരായ, കൽബിന്റെ കാതലായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ലിൽ ആലമീനായ നബിതങ്ങളെ നമുക്ക് വലിയ പ്രതീക്ഷയല്ലേ? വഅന ആഖിദും ബിഹുജസിക്കും, ഞാൻ നിങ്ങളുടെ ഊരകളെ നരകത്തിൽ നിന്ന് പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ നബിയല്ലേ? അവിടുന്ന് അള്ളാന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന നബിയല്ലേ? ആ റസൂലുള്ളാന്റെ ശഫാഅത്ത് വലിയൊരു പ്രതീക്ഷയല്ലേ? നാളെ എത്തിയാലും പാപം ചെയ്താലും നാളെ മഹ്ശറയിൽ എൻ്റെ നബി ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കുന്നില്ലേ? അറിയുമോ? അതാ ഖിയാമത്ത് നാളിൻ്റെ അരികിൽ അനവാഖിഫുൻ ഇൻദൽ മീസാൻ. നബിതങ്ങൾ പറയാണ്, എന്തൊരു വലിയ നേതാവാണ്. ഞാൻ എൻ്റെ ഉമ്മത്തിനെയും കാത്തു മീസാന്റെ അരികിൽ നിൽക്കും. ചില സ്ഥലത്തു കാണാം സിറാത്തിന്റെ അരികിൽ നിൽക്കും, ചില സ്ഥലങ്ങളിൽ കാണാം മഹ്ശറയിൽ എല്ലായിടത്തും നിൽക്കും. എൻ്റെ ഉമ്മത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനു വേണ്ടി ഒന്ന് റബ്ബിനോട് പറയാൻ ഞാനങ്ങ് കാത്തു നിൽക്കും. അങ്ങനെ മീസാനിൻ്റെ അരികിൽ നിൽക്കുമ്പോ, എന്റെയും നിങ്ങളുടെയും നന്മതിന്മകൾ തൂക്കം ചെയ്യുമ്പോ, സുബ്ഹാനല്ലാഹ്, അതേ അറിയുമോ മോമിനെ, ആർക്കെങ്കിലും ഒക്കെ നന്മ കുറഞ്ഞാല്, അതേ നരകത്തിലേക്ക് പോയാൽ, പോകേണ്ടി വന്നാൽ അവിടെ റസൂലുള്ളാന്റെ ഇടപെടലുണ്ടാകും. ശഫാഅത്ത് ചെയ്യും. ഇവനെ അങ്ങ് സ്വർഗത്തിലേക്ക് വിടുമോ? ഇവനെ അങ്ങ് സ്വർഗത്തിലേക്ക് വിടുമോ? അങ്ങനെ ശഫാഅത്ത് ചെയ്യുമ്പോ എൻ്റെ അരികിലൂടെ ഒരാളെ കൊണ്ടുവരും, ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരും. അവനെയോ മലായികത്ത് തല്ലുകയാണ്, അവൻ്റെ ചെകിട്ടത്തടിക്കുകയാണ്. മലക്കുകൾ അവനെ വല്ലാതെ മർദ്ദിക്കുകയാണ്. മലക്കുകൾ ഇങ്ങനെ ചെകിട്ടത്തടിച്ച് മുതുകിലടിച്ച് പിറകിലടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ മഹ്ശറയിൽ കൊണ്ടുവരും. ഓ തടിച്ചുകൂടിയ യുവാക്കളെ, ഓ തടിച്ചുകൂടിയ ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുത്തനെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അടികൊണ്ട് മലക്കുകളുടെ അരികിൽ നിന്നിങ്ങനെ പൊളഞ്ഞു മലക്കുകൾ ഇങ്ങനെ അടിച്ചടിച്ചു കൊണ്ടുവരുമ്പോ ഞാനങ്ങ് ഇടപെടും. ഉമ്മയില്ലാത്ത വാപ്പയില്ലാത്ത ആ ലോകത്ത് നമ്മെ ശിക്ഷിക്കുന്നത് കാണുമ്പോ ഇടപെടുന്ന നേതാവല്ലേ? ഞാനങ്ങ് ഇടപെട്ടിട്ട് പറയും, അരുതേ, എൻ്റെ കൂടെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനാണ്, അതേ അവനെ ഒന്നും ചെയ്യരുതേ.
എന്നെ അങ്ങ് കാണുന്ന നേരത്തോ റസൂലുള്ളാഹിനെ മഹ്ശറയിൽ കാണുന്നൊരു നേരമുണ്ട്, ഇബ്ലീസ് പോലും തള്ളവരളിൽ ഇങ്ങനെ ഉയർന്നു നിന്നിട്ട് നോക്കും, എനിക്ക് നബി ശഫാഅത്ത് ചെയ്യുമോ, റസൂലുള്ളാഹി എന്നെ ഒന്ന് സ്വർഗത്തിലാക്കുമോ. ഇബ്ലീസിന് പോലും ഒരു പ്രതീക്ഷ വരുന്ന നേരത്ത് അടികൊണ്ട് എൻ്റെ അരികിലൂടെ പോകുന്ന ഉമ്മത്തിലെ ചെറുപ്പക്കാരൻ എന്നെ കാണുമ്പഴങ്ങ് വിളിക്കും, യാ മുഹമ്മദ്. അതേ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട നേരത്ത്, അരികിലൂടെ പോകുന്ന നേരത്ത് അടികൊണ്ട് പൊളഞ്ഞു മലക്കുകളുടെ കൈകളിൽ നിന്ന് പെടയുന്ന നേരത്ത്, യാ മുഹമ്മദ് അൽ മുസ്തഗാസു ബിക്. അതേ, സഹായം തരുമോ നബിയേ, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ, എന്നെ ഒന്ന് കൈപിടിക്കുമോ നബിയേ, എന്നെ ഒന്ന് കരകയറ്റുമോ നബിയേ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. റസൂലുള്ളാഹിനോട് പറയുമോ, നബി തങ്ങൾ പറയാണ്, ഞാനങ്ങ് ഇടപെടും, മലക്കുകളെ ചെയ്യരുതേ, എൻ്റെ ഉമ്മത്തിലെ കുട്ടിയാണ്, വേണ്ട. നബി തങ്ങളെ മലക്കുകൾ പറയും, ഇവന് പാപം ചെയ്തവനാണ്, ഇവൻ തെറ്റു ചെയ്തവനാണ്, ഇവൻ നന്മ ചെയ്യാത്തവനാണ്, തിന്മ ചെയ്തവനാണ്, ഇവന് പ്രതിഫലമെല്ലാം അറിയാമായിരുന്നു, ചെയ്തിട്ടില്ല നബിയേ. നബി തങ്ങൾ പറയും, എന്താണെങ്കിലും അവനെ ഒന്ന് വിട്ടുതരണം, ഉപദ്രവിക്കല്ല. അപ്പോഴാണ് മോമിനെ അല്ലാഹു തആല പറയുന്നത്, നമ്മുടെ നബി ആരാണ്, എത്ര നേരമാണ് ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, ചെയ്യരുതേന്ന് പറയുമ്പോ റബ്ബ് പറയും, നബിയേ, ഇവനെതിരെ ഒരു സാക്ഷി വന്നിട്ടുണ്ട്, അയാള് സാക്ഷി പറയുന്നുണ്ട്, എതിരെ വന്ന് വർത്തമാനം പറയുന്നുണ്ട്, അയാള് കാരണമാണ് ശിക്ഷിക്കുന്നത്. നബി തങ്ങളെ, ഇവനെതിരെ സാക്ഷി പറയുന്ന ഒരാൾ ഇവിടെയുണ്ട്, ആരാണ്, അയാളെ ഒന്ന് കാണിച്ചു തരൂ, ഞാൻ പറഞ്ഞോളാം, ഇവനെ വെറുതെ വിടാൻ ഞാൻ പറയാം. ദുൽഫുഖാറിന്റെ വേദിയിൽ കൂടിയ മോമിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ എതിരു പറയുന്ന സാക്ഷി എൻ്റെ മുന്നിലേക്ക് വരും, സുന്ദരനായ ഒരാൾ, അയാൾ എന്നോട് പറയും, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ ഇവനെതിരു പറയുന്നത്, നിങ്ങളോട് ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നബിയെ, ഞാൻ ആരാണെന്നറിയോ, ജാരാട് റമളാൻ, ജാരാട് റമളാൻ, ജാരാട് റമളാൻ. സ്വർഗത്തിന്റെ വാതിലും തുറന്നിട്ട് ഞാൻ എൻ്റെ അരികിലേക്ക് ചെന്നു നബിയെ, സ്വർഗത്തിന്റെ വാതിലും തുറന്നു വെച്ച് ഞാൻ അവനെ വിളിച്ചു നബിയെ, അവൻ ചെവിക്കൊണ്ടില്ല. ഒരു നന്മ ചെയ്താൽ 70 ഇരട്ടി പ്രതിഫലമുണ്ടായിരുന്നു നബിയെ, അവൻ കേട്ടില്ല. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ എത്രയോ കൂലി ഉണ്ടായിരുന്നു നബിയെ, അവൻ ശ്രദ്ധിച്ചില്ല. ഖുർആൻ ഓതിയാൽ അവന് രക്ഷപ്പെടാമായിരുന്നു നബിയെ, എന്നെ പരിഗണിച്ചില്ല. ഒരു മാസം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എന്നെ അവൻ വില കൽപ്പിച്ചില്ല, ഒരു ഖൈറും ചെയ്തില്ല, ഖുർആൻ ഓതിയില്ല, അവൻ ഒരു തരത്തിലും എന്നെ ബഹുമാനിച്ചില്ല. യാ റസൂലല്ലാഹ്, മലക്കുകളുടെ ദണ്ഡനങ്ങളുടെ ഇടയിൽ നിന്നിവനെ അങ്ങ് മോചിപ്പിക്കല്ല നബിയെ, ഞാനാണ് റമളാൻ, എനിക്ക് സഹിക്കൂല നബിയെ, ഞാൻ എത്രയോ നല്ല ദിവസമായിരുന്നല്ലോ, മാസമായിരുന്നല്ലോ, അവനൊന്ന് റബ്ബിലേക്ക് കൈനീട്ടേണ്ട താമസം റബ്ബ് പുറത്തു കൊടുക്കുമായിരുന്നല്ലോ, പരിഗണിക്കാത്ത ഇവനെ അങ്ങ് പരിഗണിക്കല്ലേ നബിയെ. റമളാൻ അങ്ങ് പ്രതികൂലമായി വരും, സാക്ഷി പറയും, അരുതേ അരുതേ, ഇവനെ അങ്ങ് രക്ഷിക്കരുതേ എന്ന് പറയുമ്പോ ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ നേതാവ് അറിയുമോ, നരകത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ച് സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന നേതാവ്, അതേ സിറാത്തിന്റെ അരികിലുള്ള നേതാവ്, എല്ലാമായ നമ്മുടെ നേതാവില്ലയോ, ആ നേതാവ്
നേതാവെന്ന് പറയോ. എന്നാൽ റമളാനാണോ എതിരുള്ളത്? അനബരീഉം മിൻഹു, ഞാനിവരിൽ നിന്നൊഴിവാട്. മലക്കുകളെ അടിച്ചോ, നരകത്തിലേക്കെടുത്തോ, അദാബ് തുടർന്നോ, എനിക്കിവനെ വേണ്ട. അനബരീഉം മിൻഹു, എനിക്കിവനെ വേണ്ട, ഞാനിവരിൽ നിന്നൊഴിവാട്. എനിക്കിവനോട് സംസാരിക്കാനില്ല, ഇവനെ ഞാൻ കൈപിടിക്കില്ല. ഉമ്മമാരെ, റമളാനിന്റെ പകലുകളും രാത്രികളും ഷോപ്പിംഗ് നടത്തിയിട്ട് ദിവസങ്ങളെയല്ല, റസൂലുള്ള പോലും കൈവിട്ട് കളഞ്ഞു പോകും. ചെറുപ്പക്കാരെ, കലങ്ങുകളിലിരുന്ന് മറ്റെവിടെയെങ്കിലും കൂടിയിരുന്ന സമയങ്ങളെയല്ല, അള്ളാന്റെ റസൂലെന്ന അവസാനത്തെ നമ്മുടെ പ്രതീക്ഷയാണ്. അവസാനത്തെ പ്രതീക്ഷ അത് ചെറിയ പ്രതീക്ഷയല്ല. നമ്മുടെ എല്ലാമായ നേതാവ് കൈവിട്ട് കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമുക്ക് റബ്ബിനോട് നമുക്ക് വേണ്ടി ചോദിക്കുന്ന നേതാവ്, ആ നേതാവും കൈയൊഴിയുന്ന അവസ്ഥ വരും. അല്ലാ, ഞാൻ ഇവനിൽ നിന്നൊഴിവാണ്, ഇവനിൽ നിന്നൊഴിവാണ്, ഇവനിൽ നിന്നൊഴിവാണ്. അത് പറഞ്ഞു റസൂലുള്ള മടങ്ങിപ്പോകും. നരകത്തിലേക്ക് വീണ്ടും അടിച്ചടിച്ചടിച്ച് മലക്കുകളുടെ തല്ലുകൊണ്ടുകൊണ്ട് അവസാനം തമ്പളത്തിച്ചേർന്നു പോകും. മുഅ്മിനീങ്ങളെ, അതിനവസരം ഉണ്ടാക്കല്ല. അവസാനിപ്പിക്കട്ടെ. റമളാനിൽ ഒരുപാട് ദിക്റ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ നേതാവിന് ഇനി റമളാന് മുമ്പ് ഒരു സമയം, ഒരു പ്രഭാഷണമില്ലാത്തത് കൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒത്തിരി സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ കാണണം. ഹബീബായ തങ്ങളോട് നമ്മുടെ ഖൽബിൽ വലിയ മഹബത്ത് വേണം. ഈ അടുത്ത ദിവസം ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ വന്നു. ചെറുപ്പക്കാരെ, നമ്മൾ കരുതും ഈ ആധുനിക കാലത്ത്, ഇൻസ്റ്റയുടെ കാലത്ത്, ഫേസ്ബുക്കിൻ്റെ കാലത്ത്, ആഖിറുസ്സമാന്റെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് റസൂലുള്ളാഹിനെയൊക്കെ കാണാൻ പറ്റാന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ വന്നു. 20-30 വയസ്സിനിടയിൽ പ്രായമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. ഉസ്താദേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു കാഴ്ച കണ്ടു. ഞാൻ ചോദിച്ചു, എന്താണ് മോനെ? ഉസ്താദേ, ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കണ്ടത്? ഹബീബായ തങ്ങളുടെ അരികിൽ ഞാൻ അങ്ങ് നിൽക്കുന്നു. എൻ്റെ കൈ കൊണ്ട് അവിടുത്തെ മുഖത്തിങ്ങനെ തടകി കൊടുക്കുന്നത് ഞാനങ്ങ് കണ്ടുപോയി. അല്ലാ, അതേ നല്ല ചെറുപ്പക്കാരനായ ആ കുട്ടി പറഞ്ഞപ്പോ കൽബങ്ങ് പിടച്ചുപോയി. ആഗ്രഹിക്കുന്നവരെപ്പോഴും കാണുന്ന കാഴ്ചയാണത്. മോമിനിങ്ങളെ, നമ്മളെല്ലാം കൊണ്ടും തെളിയുന്ന റമളാനിൽ നമ്മുടെ നേതാവിനെ നമുക്കൊന്ന് കാണാൻ ആഗ്രഹം വേണം. പാതിരാവിലാരെ വിധങ്ങളെ ഒന്ന് കാണണം. വയസ്സെത്രയായി? ഇന്നുവരെ ആ നേതാവിനെ കണ്ടിട്ടുണ്ടോ? എത്ര മനുഷ്യരാണ് കാണുന്നത്? ഞാൻ അരികിൽ നിന്ന് മുഖമിങ്ങനെ തടകിക്കൊടുത്തു. ഉസ്താദേ, പറഞ്ഞിട്ടയാള് കരയുകയാണ്. ഞാൻ എൻ്റെ റസൂലുള്ളാഹിനെ കണ്ടുപോയി. മുഅ്മിനീങ്ങളെ, റമളാനിൽ ആഗ്രഹിച്ചാൽ അത് നടക്കുന്നതാണ്. അതേ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് വല്ലാതെ റബ്ബിലേക്കടുത്ത് പാതിരാവില് ഹബീബായ തങ്ങളിലേക്ക് നമ്മുടെ ഖൽബ് ചേർത്ത് വെച്ച് അവസാനം റമളാൻ കഴിയുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ആ നേതാവിനെ കണ്ട് അനുകൂലമായി റമളാൻ സാക്ഷിയാകുന്നവരിൽ റബ്ബ് നമ്മെ ചേർത്തു നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെ ചേർത്തു നൽകുമാറാകട്ടെ.